അല്ലാഹുവേ, നീ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത ആളാണ് റബ്ബേ. നീ ഒരു വാഗ്ദാനം നൽകിയാൽ, നീ ഒരു കരാറ് നൽകിയാൽ അത് പൂർത്തീകരിക്കുന്ന ആളാണല്ലോ റബ്ബേ. അതുകൊണ്ട് ആതിനാ മാ വഅദ്തനാ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് പടച്ച റബ്ബിനോട്. അല്ലാഹു വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ആളല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കൂല. ആ റബ്ബാണ് വാഗ്ദാനം നൽകിയത്. ഉദ്ഊനി, നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കേണ്ടത്, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് പറഞ്ഞ അല്ലാഹു നമ്മൾക്ക് പരിഹാരം തരും. ഏത് വിഷയമാണെങ്കിലും ശരി, അതിൽ 100-ൽ 110% വിശ്വാസം നമ്മൾക്ക് വേണം. അല്ലാഹു ഇജാബത്ത് നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മൾ ദുആ ചെയ്യാൻ, പക്ഷെ നമ്മൾക്ക് ഉത്തരം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഒരു 90% പ്രതീക്ഷയുള്ളത്, ഉത്തരം കിട്ടൂല. അല്ലാഹു പറഞ്ഞു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത എന്താണ്? ദുആ ചെയ്താൽ ഉത്തരം നൽകുന്ന റബ്ബാണ്. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇതും അല്ലാഹുവിന്റെ വാഗ്ദാനം തന്നെ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകാമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ, നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, നാട്ടുകാരോടല്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പിരിവ് ചോദിക്കലല്ല. ആദ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ, ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ വാറ്, നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ വരെ അല്ലാഹുവിനോട് ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അപ്പൊ നമ്മൾക്കതൊരു ഇതൊക്കെ അല്ലാഹു തരുമോ എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ചെരുപ്പിന്റെ വാറ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്ത റബ്ബിന് പരിഹാരം തരുമോ? ആ സംശയം ഉള്ള കാലത്തോളം ഉത്തരം കിട്ടൂല. ഇത് പടച്ച ഹബീബ് പറഞ്ഞതാണ്. വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വേഷ്ടപ്രകാരം സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളെ 63 വർഷത്തിന്റെ കാലയളവിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ. ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഹദീസാണിത്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണിത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമായ ആവശ്യങ്ങളും നിങ്ങൾ പറയേണ്ടത് സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹുവിനോടാണ്. ഏതുവരെ? നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറോ വണ്ടിയുടെ ടയറോ ഒന്ന് പൊട്ടിപ്പോയാൽ വരെ അല്ലാഹുവിനോടാണ് നീ ആദ്യം ചോദിച്ചതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിൽ വിശ്വാസം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? നടന്നു പോകുമ്പോൾ ചെരുപ്പ് പൊട്ടിയാല് റബ്ബിനോട് ചോദിച്ച റബ്ബ് തരും എന്ന ഈ ഒരു ഹദീസിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ 100-ൽ 100% വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ നമ്മൾക്ക് അതിനുള്ള പരിഹാരം കിട്ടും. വിശ്വാസമാണ് വലുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂ,
ഒരു മുഅ്മിനിനോ ഒരാൾക്കോ പ്രയാസമുണ്ടായാൽ അമ്മയുജീബുൽ മുൽത്വറ ഇദാ ദആ, എന്ത് ആവശ്യമുണ്ടായാലും റബ്ബിനോട് ചോദിക്കുന്ന പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരാൾ അവയാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അവന് അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു മുഅ്മിൻ, ഒരു അടിമ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് അയാൾക്ക് ഉത്തരം നൽകുക? മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വളരെ കരുത്തുറ്റ നേതൃത്വം നൽകിയിരുന്ന കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം അഭിമുഖത്തിലൂടെ പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറയുന്നു, ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനും കുറച്ചാളുകളും ഒരു ബോട്ടിലൂടെ, ഒരു തുണയിലൂടെ, വെള്ളത്തിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു കാറ്റ് വരികയും നമ്മൾ സഞ്ചരിച്ചിരുന്ന നമ്മുടെ ബോട്ടിനെ നേരെ കടലിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, കടലിന്റെ ചുഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, തിരമാലകൾ അടിച്ചു വീശുന്ന കടലിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരും വെപ്രാളപ്പെട്ട് വേദനയോടെ ഇരിക്കുമ്പോഴാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. യാ മുഗീസു അഗിസ്നി, യാ മുഗീസു അഗിസ്നാ, യാ മുഗീസു അഗിസ്നാ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ അല്ലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്കൊരു പരിഹാരം തരണേ അല്ലാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കടലിലേക്ക് വളരെ വേഗത്തിൽ കാറ്റ് കൊണ്ടുപോയി മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളുകൾ അവര് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അവർക്ക് അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? അത്ഭുതമെന്ന് പറയട്ടെ, മഹാനായ കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, കടലിന്റെ തീരത്തേക്ക് കൊണ്ടുപോയ നമ്മുടെ ഈ ബോട്ടിനെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കാറ്റ് കടന്നു വരികയും മറുകരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുമ്പോ ഒരാൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് 100% വിശ്വാസത്തോടെ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈകളെ തട്ടിക്കളയാൻ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന് നാണമാണത്. ആലോചിക്കണം നമ്മൾ. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മകസ്തു അന വമൻ ഇൻദി സലാസ, ഞാനും എന്റെ കൂടെയുള്ള ആളുകളും 3 ദിവസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ദിവസം. 3 ദിവസമായി പട്ടിണിയാണ്, വീട്ടിൽ ഭക്ഷണമില്ല, വീട്ടിൽ വെള്ളമില്ല. അങ്ങനെ കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ എണ്ണി തീർക്കുമ്പോഴാണ് എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബതി, ഉപ്പാ പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ. ആലോചിക്കണം നമ്മള്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിഞ്ചോമന മക്കൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 ദിവസമായി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദിവസങ്ങൾ എണ്ണി തീർക്കുന്നതിനിടയിൽ എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ വിശക്കുന്നു ഉപ്പാ, ഒരു പരിഹാരം വേണം. എന്റെ വീട്ടിലൊന്നുമില്ല, അവിടെ നൽകാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല നൽകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത്. ദുആഇന്റെ മഹത്വമാണ് എനിക്ക് നിങ്ങളോട് പറയിക്കാനുള്ളത്. നിരാശരാവാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. ഒരു സമയത്തും നിരാശാവരുത്. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ വാഗ്ദാനമാണിത്. പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനമാണിത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളോ തിന്മകളോ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾ നിരാശരായിരിക്കാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവേണ്ട. കാരണം
റബ്ബിലേക്കൊന്ന് ചോദിച്ചാൽ മതി, അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് പാപം പൊറുത്തു തരുന്നത്? സർവശക്തനായ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പാപം പൊറുത്തു തരുന്നത്? അതുകൊണ്ട് തിന്മയുടെയോ പാപത്തിന്റെയോ ഭാരമോ അതിന്റെ വലുപ്പമോ ഓർത്ത് നിരാശനാവല്ല, നിങ്ങൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. അതുപോലെ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉടനെ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വളരെ പ്രയാസമുള്ള സമയത്ത്, ഒന്നും പ്രതീക്ഷയില്ലാത്ത സമയത്ത് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. അദ്ദേഹം നേരെ വുളു ചെയ്യാൻ വേണ്ടി വുളു എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. നാളെ എന്ത് ചെയ്യണം നിങ്ങൾ? ഒരു മോണിറ്റർ മുമ്പിൽ ഇങ്ങനെ വെക്കണേ. നാളെ ഒരു മോണിറ്റർ മുമ്പിൽ വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിച്ചു, ഞാൻ വുളു ചെയ്തു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വരികയാണ്. എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വന്നു. ഞാൻ ദുആ ചെയ്തു, اللهم افتح علي منك رزقا لا تجعل لأحد علي فيه منه. അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എനിക്ക് നീ ഭക്ഷണം തരണം റബ്ബേ. പക്ഷേ ഈ ഭക്ഷണം കാരണം വേറെ ഒരാൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാല്, ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് മുതലാളിമാരായ ആളുകളെ കാണുമ്പോൾ പഴയകാല ഹാജിമാര് പറയുന്നൊരു സ്വഭാവമുണ്ട്. എന്തറിയാ, വലിയ വണ്ടി, വലിയ വാഹനങ്ങളൊക്കെ എടുത്ത് നാട്ടിൽ ഫ്ലാറ്റൊക്കെ വാങ്ങി വളരെ ഉഷാറായിരിക്കുമ്പോൾ അവർ പറയും, അവന്റെ ഓട്ടം കണ്ടോ, അവന്റെ കളി കണ്ടോ, അവൻ ആദ്യം ഗൾഫിൽ പോവാൻ ടിക്കറ്റ് കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ അവൻ ഗൾഫിൽ വന്നപ്പോ അവന് റൂം കൊടുത്തത് ഞാനാണ്, അവൻ ഇന്ന് ഉഷാറായിട്ടുണ്ടെങ്കിലും അവന്റെ തുടക്കം എന്നിലൂടെയാണ്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. എല്ലാവരും ക്രെഡിറ്റ് എടുക്കും, എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ക്രെഡിറ്റ് എടുക്കുന്നത്. ചില ആളുകളെ കുറിച്ച് ഞാൻ പറയും, ഒരേ ആളെ കുറിച്ച് തന്നെ എനിക്ക് ഏകദേശം 50ഓളം സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. അപ്പൊ ആളുകൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കാൻ. അല്ലാഹു എനിക്ക് ഭക്ഷണം വേണം, പക്ഷെ ഒരാളും അതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഞാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഗുണം പറയുന്ന ഒരു രീതിയിലുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. അത് മാത്രമാണോ? അത് മാത്രമല്ല, ഈ ഒരു ഭക്ഷണം കാരണം അല്ലാഹുവേ നീ നാളെ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആഖിറത്തിലെ ഭക്ഷണം തടയാനും പാടില്ല, അവിടെയും ലഭിക്കണം എനിക്ക്. അങ്ങനൊരു ദുആ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ, എന്നിട്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വുളു ചെയ്യുകയും 2 റകഅത്ത് നിസ്കരിക്കുകയും സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എന്റെ കുടുംബം പട്ടിണിയാണ്, എന്റെ മകള് പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് എന്റെ പൊന്നുമോൾ, എന്റെ വലിയ മകൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, യാ അബീ, ഉപ്പാ, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. യഖൂലു ഇന്നഹു അമ്മീ, യഖൂലു ഇന്നഹു അമ്മീ, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരികയും അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഒരുപാട് ദിർഹമുകൾ, ഒരുപാട് വീട്ടിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ, കറി വെക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനുമുള്ള ധാന്യമണികൾ, ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ വലിയ ഒരു സഞ്ചിയുമായി ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഖ്റഊ അഖി സലാം, എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ജ്യേഷ്ഠനോട് സലാം പറയണേ, എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഇദഹ്തജ്ത ഇലാ ഷൈഇൻ, എന്തെങ്കിലും ഒരു ആവശ്യം ജീവിതത്തിൽ ഉണ്ടായാൽ, ഫദ്ഉ ബിഹാദ ദുആ, ഇന്ന് നിങ്ങളുടെ പിതാവ് പള്ളിയിൽ വെച്ച് ചെയ്ത ദുആ തന്നെ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചുപോയി എന്ന് വീട്ടിലേക്ക് വന്ന പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ല.
അങ്ങനെ ഒരു സഹോദരൻ എനിക്കില്ല. സഹോദരൻ ഉണ്ടെങ്കിലല്ലേ എന്റെ സഹോദരൻ എന്ന് പറയും. എനിക്കങ്ങനെ ഒരു സഹോദരനില്ല. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്കങ്ങനെ ഒരു സഹോദരനില്ല. വലാ അഅരിഫു മൻ കാന ഹാദൽ ഖായിൽ, ഇത് ആരാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല. ആരാണ് വന്നതെന്നറിയില്ല, ആരാണ് പറഞ്ഞതെന്നറിയില്ല, ആരാണ് വീട്ടിലേക്ക് ദിർഹമുകൾ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളുമായി കടന്നു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വലാകിന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു സർവശക്തനാണല്ലോ, എല്ലാം അല്ലാഹുവിന് സാധിക്കുമല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അല്ലാതെ പിന്നെ ആരാ ഉത്തരം നൽകുക? അപ്പോ ആവശ്യം മനസ്സിൽ വന്നാൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യം തന്നെ, ആദ്യം ജനങ്ങളിലേക്കല്ല ഇറക്കേണ്ടത്, ആദ്യം റബ്ബിലേക്ക് ഇറക്കേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പിരിവിനല്ലെങ്കിൽ ഇതിന്റെ ഒരു പുരോഗതിക്ക്, ഇതിന്റെ ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഇതിന്റെ വിജയം നിന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം റബ്ബിലേക്ക് ഇറക്കി പിന്നെ ജനങ്ങളിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ റബ്ബ് കൈയൊഴിയും. എല്ലാ വിഷയം അങ്ങനെ തന്നെ. നമ്മുടെ വീടിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാം തരുന്ന റബ്ബുണ്ടല്ലോ. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, ഹുമുല്ലദീന യഖൂലൂന لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض. മുനാഫിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് തീർക്കല്ലേ നബിയെ, തീർക്കരുത്, കയ്യിലുള്ളത് തീർക്കല്ല, അത് എടുത്തു വെക്കണേ. ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലു, നിങ്ങൾ അങ്ങനെ ചെലവഴിച്ചാൽ തീർന്നു പോകൂലേ. ഇത് മുനാഫിക്കീങ്ങളുടെ വിശ്വാസമാണ്. നമ്മളുടെ കയ്യിലുള്ളത് കൊടുത്താൽ തീർന്നു പോകുമെന്നത് മുനാഫിക്കിന്റെ വിശ്വാസമാണ്. മുഅ്മിനിന് അത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ, ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്ന അള്ളാഹുവിൽ പൊരിക്കുന്ന ആളുകൾ, അല്ലാതെ ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ പടച്ചോനെ എന്റെ സമ്പത്ത് തീർന്നു പോവല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവൻ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സദ്ദഖ അൻത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിനാ. നീ എപ്പോഴാണ് സ്വതക്ക നൽകേണ്ടത്? നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം വന്നപ്പോൾ സ്വതക്ക നൽകുമ്പോ മറ്റുള്ള സമയങ്ങളിൽ നൽകുന്ന സ്വതക്കയെക്കാളും പ്രാധാന്യം ഇതിന് തന്നെ. ഇതിനാണ് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ. തീരെ ക്യാഷ് ഇല്ല, അപ്പൊ ഉള്ളതെടുത്ത് കൊടുക്കാൻ. നേരത്തെ കൊടുത്തതിനല്ല, ഇതിനാ പ്രാധാന്യം. അൻത സദ്ദഖ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, അഫ്ളലുസ് സ്വദഖ, ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, അൻത സദ്ദഖ, നീ സ്വദഖ നൽകണം. അൻത സ്വഹീഹുൻ, നീ ആരോഗ്യമുള്ള സമയത്ത്, മരിക്കാൻ കിടക്കുമ്പോഴല്ല. മരിക്കാൻ കിടക്കുമ്പോ നിങ്ങളുടെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങി, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്റെ ഇന്നാലിന്ന തുക അത് സ്ഥാപനത്തിന് വേണ്ടി നൽകൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഏറെ പ്രിയങ്കരനായ സഹോദരൻ ഇങ്ങനെ ഒരു സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകിയത് അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ, ആരോഗ്യമുള്ള സമയത്ത് തന്നെ അല്ലാഹു സ്വീകരിക്കട്ടെ. ദുബായിലും ഗൾഫിലും ഖത്തറിലുമൊക്കെ അബൂദാബിയിൽ നിന്നുമൊക്കെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാസാമാസങ്ങളിൽ അയച്ചു തരുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെയാണ്. അള്ളാഹു അതും സ്വീകരിക്കട്ടെ. അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അൻത സ്വഹീഹുൻ, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് സ്വതക്ക നൽകണം. ശഹീഹുൻ, നിങ്ങൾ പിശുക്കാണ്,
ഒരു 100 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ഒരു 10,000 രൂപ എടുത്താൽ ഈ മാസം വേറെ ഒരു 10,000 എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ? അങ്ങനല്ലേ? ഒരു മാസത്തിൽ ATM വഴി 2,000 രൂപ ഡെയിലി അല്ലെ, ചെക്ക് വഴി 20,000 രൂപ. അപ്പൊ ഞാനൊരു 10,000 കൊടുത്ത പഠിച്ചോനെ മക്കളെ ഫീസ് കെട്ടാൻ പറ്റുമോ? ഷഹീഹൻ. പിശുക്കുള്ള സമയം. തഖ്ശൽ ഫഖറ, നീ ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്, ദാരിദ്ര്യത്തെ ഭയക്കുന്നുണ്ട്. വതഅമലുൽ ഗിന, എന്നാണ് ഈ നോട്ട് നിരോധനമൊന്ന് വളരെ റാഹത്തായ രീതിയിലേക്ക് മാറുക എന്ന പ്രതീക്ഷയും നിനക്കുണ്ട്. ഡിസംബർ 31 ആകുമ്പോൾ മാറുമെന്നായിരുന്നു, പക്ഷേ ഇതുവരെ മാറിയിട്ടില്ല. തഅമലുൽ ഗിന, നീ പ്രതീക്ഷിക്കുകയാണ് ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ, ഈ പ്രതിസന്ധി ഒന്ന് മാറട്ടെ. ഇത് മാറാനുള്ള പ്രതീക്ഷയോടെ ദാരിദ്ര്യത്തെ ഭയക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ നമ്മുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും മൂല്യമായ ഒരു തുക പരിശുദ്ധമായ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുമ്പോഴാണ് സ്വദഖയിലെ ഏറ്റവും അഫ്ളലായ സ്വദഖ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഖജനാവ് തീരൂല. മുനാഫിക്കീങ്ങളെ പോലെ ആവരുത്. മുനാഫിക്കീങ്ങൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കീങ്ങൾ ഉണ്ടാവുക. മുനാഫിക്കുകൾ താഴെ തട്ടിലാണ്, അവർ നമ്മൾ വിടാൻ പാടില്ല. കാരണം എന്തേ? മുനാഫിക്കീങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ? ചെലവഴിച്ച തീർന്നു പോകുമോ? അല്ലാഹു പറഞ്ഞു, ഹത്താ യൻഫല്ലു വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ കൈകളിലാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഖജനാവ്. ചോദിച്ചാൽ തീരുന്നതല്ലാതെ നിങ്ങൾ എത്ര ചോദിച്ചാലും അല്ലാഹുവിന്റെ ഖജനാവ് തീരുകയില്ല എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കണേ, അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് വൈകിയോ? സമയം 10 മണി. ഒരു മണിക്കൂർ വേണമെങ്കിൽ ഞാൻ നിർത്താം, നിങ്ങളുടെ സൗകര്യം. വേഗം തുടങ്ങണം എന്നതാണ് എല്ലാവരുടെ ആഗ്രഹം, പക്ഷെ ആരും വരുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാം? മുസ്തഫദബി പറഞ്ഞത് 10 മണിക്ക് ശേഷം ഞാൻ പ്രസംഗിക്കൂല എന്നാണ്. 8 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരുന്നത് പോലെ തുടങ്ങണം. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ആളുകളോടും ഒരു നേരത്തെ വരണം. മുസ്തഫദബി കാസർഗോഡ് ഭാഗത്ത് ഇല്ലാത്ത ഒരാളാണ്. എന്താ വെച്ചാൽ ആളുകൾ വിളിക്കാഞ്ഞിട്ടൊന്നല്ല, അയാൾ ഡേറ്റ് കൊടുക്കാറില്ല. എൻ്റെ ഒരു നിർബന്ധത്തിൽ മാത്രം ഡേറ്റ് തന്നതാണ്. കാരണം മൂപ്പര് ഫലസ്തീനിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ ബന്ധപ്പെട്ടപ്പോൾ മൂപ്പര് പറഞ്ഞ ഫലസ്തീനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങാനും ക്യാൻസൽ ആയാലും നമുക്ക് തരണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് 2 പേര് കൊടുത്തത്. ഇവർ ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പേര് കൊടുത്തത്. ഇവരുണ്ടെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പേര് കൊടുത്തത്. പക്ഷേ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് ആ ഫലസ്തീൻ ട്രിപ്പ് ക്യാൻസലായി. മൂപ്പരെ കിട്ടി നമുക്ക്. ജലീൽ റഹ്മാനെ അപ്രതീക്ഷിതമായി ഇന്നും ക്യാൻസലായി. അപ്പോൾ ഞാനിവിടെ വന്നു. നമ്മുടെ നാട്ടുകാരനെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടുകാരാണ്, നമുക്ക് ഇനിയും പ്രസംഗിക്കാമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നേരത്തെ വരണം. ഒരു 7 മണിക്ക് തന്നെ വന്ന് നമ്മുടെ സദസ്സ് ഭംഗിയാക്കണം. പോരാ, ഞാൻ കണ്ണിയത്ത് ഞാൻ ആദ്യമായിട്ടാണ് പരിപാടിക്ക് വരുന്നത്. ഞാനിവിടെ കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു സദസ്സ് നമ്മുടെ ഗ്രൗണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. കാരണം കണ്ണിയത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ ഏറ്റെടുത്തൊരു സ്ഥാപനമാണ്. ഞാൻ പറഞ്ഞല്ലോ 2 വർഷം കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു രീതിയിലേക്ക് വളർന്നതൊക്കെ ജനങ്ങളുടെ അംഗീകാരവും സഹായവും സഹകരണമൊക്കെയാണ്. പക്ഷെ പരിപാടിക്കൊക്കെ സജീവമാണ്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയില്ല. ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ വന്ന് സഹകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിരിവൊന്നും ഇന്ന് എടുക്കുന്നില്ല, നമുക്ക് ലാസ്റ്റീസ് എടുക്കാം. ലാസ്റ്റീസ് എടുക്കല്ലേ, മുസ്തഫദബി എടുക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തരാൻ തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പോവാം. ഇൻഷാ വിഷയം ഇങ്ങനെ പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഗുലാം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ യാ ഗുലാം, യാ ഗുലാം, എന്റെ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. ഞാൻ നിനക്ക് ചില കലിമത്തുകൾ, ചില പദങ്ങൾ പഠിപ്പിച്ചു തരാം. നമ്മുടെ മക്കളുടെ ഷോൾഡറിൽ കൈവച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണിത്. അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെയും സൂക്ഷിക്കും. നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആളുകളുടെ മുമ്പിൽ മാത്രം സൂക്ഷിച്ചാൽ പോരാ, ആളുകളുടെ മുമ്പിൽ പരസ്യമായ സമയത്ത് മാത്രം സൂക്ഷിച്ചാൽ പോരാ. രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും റബ്ബിനെ സൂക്ഷിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നുണ്ട്.
യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. തന്റെ സമുദായത്തോട് പിണങ്ങുകയും എന്നിട്ട് സമുദായത്തോട് പിണങ്ങിക്കൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിടുകയും എന്നിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിലകപ്പെടുന്നത്. കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെടുന്നത്. കടലാണ്, കടല് തന്നെ ഇരുട്ടാണല്ലോ, സമുദ്രം തന്നെ ഇരുട്ടാണല്ലോ, പിന്നെ മത്സ്യത്തിന്റെ വയറ്റിനകത്താണ്. فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ആ ഇരുടിന്റെ മറവിൽ കടലിന്റെയും സമുദ്രത്തിന്റെയും ഏറ്റവും അഗാധ ഗർത്തത്തിൽ ഒരു മത്സ്യത്തിൻ വയറ്റിൽ കിടന്നുകൊണ്ട് ഏറ്റവും അല്ലാഹുവിന് ആവശ്യമുള്ള സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. സുബ്ഹാനക് നീ പരിശുദ്ധനാണ് നാഥാ. ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ വേറെ റബ്ബില്ല റബ്ബേ, നീയല്ലാതെ വേറെ ഇലാഹില്ല അല്ലാഹ്. അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് മത്സ്യത്തിന്റെ വയറ്റത്ത് നിന്ന് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംരക്ഷിക്കുകയാണ്. ആർക്കെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ കടലിൽ ഒരു മത്സ്യം വിഴുങ്ങിയാൽ രക്ഷപ്പെടാൻ? എങ്ങനെ രക്ഷപ്പെടും? ഒരു ചാൻസും ഇല്ല. 100% ചാൻസ് ഇല്ല. റബ്ബിനല്ലാതെ വേറൊരാൾക്ക് കഴിയില്ല. ഏത് ഇംപോസിബിൾ ആയ ഒരു സമയമാണെങ്കിലും അസാധ്യമായ സ്ഥലമാണെങ്കിലും ഒരിക്കലും നിങ്ങൾ റബ്ബിന്റെ പ്രതീക്ഷ കൈവിടിയരുത്. അല്ലാഹുവിനോട് ചോദിക്കുക. അല്ലാഹു ഉണ്ടാകും. നിങ്ങളുടെ മനസ്സിന്റെ വിശ്വാസം പോലെ, ആത്മാർത്ഥത പോലെ. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഉറപ്പാണ്, അല്ലാഹു എന്നെ സഹായിക്കും. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ ഞാൻ അക്രമികളിൽ പെട്ടുപോയി നാഥാ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു യൂനുസ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തുകയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വർഗീയ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയും ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും 300 വർഷമാണ് ദുആ ചെയ്തത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 300 വർഷമാണ് ദുആ ചെയ്തത്. അല്ലാഹുവേ എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അക്രമം ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും 300 വർഷം ദുആ ചെയ്തു. ആ ഒരു കണ്ണുനീരിൽ നിന്നാണ് ഇഞ്ചിയും ചന്ദനവും ഉഴുതും വളർന്നത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയിലാണ്, ശ്രീലങ്കയിലാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ജിദ്ദയിലാണ് നമ്മുടെ ഹവ്വാ ബീവി ഇറങ്ങിയത്. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അറഫയിലാണ്. തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചാണ്. ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് 40ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ആദം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കണ്ണുനീരിൽ നിന്നാണ് സ്വന്തൽ, ചന്ദനം, ഇഞ്ചി, ഊദും ചന്ദനവും അതുപോലെ ഇഞ്ചിയും വളർന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ്. 300 വർഷം കരഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ദുആ സ്വീകരിച്ചത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തോട് അനേകം തെറ്റ് ചെയ്തു പോയി റബ്ബേ, എന്റെ ശരീരത്തോട് ഞാൻ അതിക്രമം കാണിച്ചു റബ്ബേ, അതുകൊണ്ട് പുറത്തു തരണേ എന്ന് 300 വർഷമാണ് ദുആ ചെയ്തത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് പറയാനുള്ളത്, ദുആയാണ് പരിഹാരം, പ്രാർത്ഥനയാണ് പരിഹാരം. പ്രാർത്ഥനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. റബ്ബിന്റെ കോടതിയിലാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യൻസിലു റബ്ബുനാ വതആല യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇലാ സമാഇദ് ദുനിയ. ഏത് സമയത്താണ് ദുആ ചെയ്യേണ്ടത്, ഏത് സമയത്താണ് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. യൻസിലു റബ്ബുനാ തബാറക വതആല, ആകാശലോകങ്ങളിൽ നിന്ന് സർവശക്തനായ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് എല്ലാ ദിവസവും ഇറങ്ങുന്നുണ്ട്. പ്രത്യേകമായ ദിവസങ്ങളിലല്ല, ഒരു ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലല്ല, ഒരു റബീഉൽ അവ്വലിന്റെ രാത്രിയിലല്ല, എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന ഭാഗത്ത്. അതേതാ രാത്രിയുടെ അവസാന ഭാഗം? ഏതാ അത്? ഏകദേശം രാത്രി 3 ഭാഗമാക്കിയാൽ ഒരു 2 മണി മുതൽ സുബഹി വരെ അത്താഴ സമയത്ത് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടെന്നാണ്. എന്നിട്ടോ അല്ലാഹു അവിടെന്ന് പറയുന്നുണ്ട്, മയ്യദൂനി ഫഅസ്തജീബ ലഹ്. രാത്രിയുടെ യാമങ്ങളിൽ, അത്താഴ സമയങ്ങളിൽ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്നോട് പറയാനുണ്ടോ? മയ്യദൂനി, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫഅസ്തജീബ ലഹ്, ഞാൻ ഉത്തരം തരാം. എല്ലാ രാത്രിയിലും സുബഹ് അത്താഴ സമയത്ത് അല്ലാഹു പറയുന്നുണ്ട്. നമ്മൾ കേൾക്കുന്നില്ല, നമ്മളിത് അറിയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ഈ സമയത്ത് റബ്ബിനോട് ചോദിക്കുക ജീവിതത്തിന്റെ ആവശ്യങ്ങൾ, രോഗം ശിഫയാവാൻ, കടങ്ങൾ വീടാൻ, മക്കളെ സാലിഹീങ്ങളാക്കാൻ, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ ഈ ഒരു സമയത്ത് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് കാത്തിരിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ. അല്ലാഹു പറയാണ്, മയ്യദൂനി ഫഅസ്തജീബ ലഹ്, ആർക്കെങ്കിലും എന്തെങ്കിലും ദുആ ചെയ്യാനുണ്ടോ? ഞാൻ ഉത്തരം തരാം. മയ്യസ്അലുനി ഫഅഉതിയ, ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? ആർക്കെങ്കിലും വല്ലതും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ജീവിതത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു പറഞ്ഞ വിഷയമാണ്, ഇതിൽ സംശയിക്കരുത്. ഇത് സംശയിക്കുമ്പോൾ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ സ്വഹീഹായ ഹദീസാണ്, മുത്തഫഖുൻ അലൈഹിയാണ്. ഇതിൽ സംശയം ഉണ്ടാവരുത്. ജീവിതത്തിൽ ആവശ്യമുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നേരെ തഹജ്ജുദിന് എണീറ്റിട്ട് റബ്ബിനോട് പറയാം, മയ്യസ്അലുനി, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഫഅഉതിയ, ഞാൻ നിങ്ങൾക്ക് നൽകാം. വേണ്ടത് ചോദിച്ചോ. വേറെ ഹദീസിൽ വരുന്നുണ്ട് എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിക്കാൻ പാടില്ല. മയ്യസ്അലുനി ഫഅഉതിയ, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. മയ്യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹ്, ആർക്കെങ്കിലും എന്നോട് പാപമോചനം തേടാനുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ, ഗതകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾ സർവശക്തനായ റബ്ബിനോട് പറയാനുണ്ടോ? ഞാൻ പറയട്ടെ, ഈ വരുന്ന ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ ആയി ആഘോഷിക്കാൻ, സെലിബ്രേറ്റ് ചെയ്യാൻ ചില ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയാണ് ആ സമയത്ത് ആഘോഷിക്കാൻ പറ്റുക? എങ്ങനെയാണ് ആ സമയം ആഘോഷിക്കുക? റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നത് പോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റുമോ? എന്റെ ബിദ്അത്തുകാർ ഇതിനെതിരെ ശബ്ദിക്കാത്തത്, ഇതിനെതിരെ ഒച്ചവെക്കാത്തത്, ഇതിനെതിരെ വീഡിയോകൾ ഉണ്ടാക്കാത്തത്, ഇതിനെതിരെ കവല പ്രഭാഷണങ്ങൾ ഉണ്ടാക്കാത്തത്, റബീഉൽ അവ്വലിൽ നടക്കുന്ന ആഘോഷങ്ങൾ അത് പാടില്ല എന്നും ശിർക്ക് എന്നും ബിദ്അത്ത് എന്നും പറയുന്ന ആളുകൾ എന്തേ ഈ ഒരു ആചാരത്തിനെതിരെ ശബ്ദിക്കാത്തത്? എന്താണ് റബീഉൽ അവ്വലിൽ നമ്മൾ ചെയ്യുന്നത്? എന്താ റബീഉൽ അവ്വൽ എന്തിനാണ് നമ്മൾ ആഘോഷിക്കാനുള്ള കാരണം? എന്താ? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലാ, നമ്മൾക്ക് അല്ലാഹു അനുഗ്രഹം ചെയ്ത മാസമാണത്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്തു തന്ന, വർഷിച്ചു തന്ന ദിവസമാണ്, മാസമാണ് റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ. അനുഗ്രഹം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണ്ടേ? ആ ആഘോഷത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണം നൽകുന്നു. നിങ്ങൾ ഭക്ഷണം നൽകിയാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സന്തോഷത്തോടെ സ്വർഗ്ഗത്തിൽ പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്
ഹബീബിന്റെ പേരിൽ മദ്ഹ് ചൊല്ലുന്നുണ്ട്, ഹബീബിന്റെ പേരിൽ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ഹബീബിന്റെ പേരിൽ മൗലീദ് പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാരികളെ, 2016 കഴിഞ്ഞ് 2017 കടന്നിടുമ്പോ എങ്ങനെയാണ് നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് ആഘോഷമാക്കുന്നത്? അത് സന്തോഷിക്കേണ്ട ദിവസമാണോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? ലാ യഅതി അലൈക്കും ആമുൻ ഇല്ലാ വല്ലദീ ബഅദഹു വശർറ മിൻ. ഒരു വർഷം നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ 2017 നിങ്ങളിലേക്ക് വരാൻ, 2016 നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ 2017 16 മോശമാണ്. ഒരു മോശപ്പെട്ട സംഭവം നമ്മൾ എങ്ങനെ ആഘോഷിക്കുക? ഒരാൾ മരിച്ചാൽ 3 ദിവസമാണ് ദുഃഖാചരണം. മരണം ഒരു വിഷമമുള്ള വിഷയമാണ്, ദുഃഖമുള്ള കാര്യമാണ്. പക്ഷേ 3 ദിവസത്തെക്കാൾ കൂടുതൽ ആചരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വിഷമം പിടിച്ചൊരു അവസ്ഥ 2016 2017 എത്രയോ മഹത്വമുള്ള വർഷമാണ്. 2017 2016 എത്രയോ മോശപ്പെട്ട വർഷമാണ്. ഇല്ലല്ലദീ ബഅദഹു അശർറ മിൻ. ഇതിന് ശേഷമുള്ളത് ഇതിനേക്കാൾ മോശമായിട്ടില്ലാതെ നിങ്ങളിലേക്ക് കടന്നു വരൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ഷർറിനെ എങ്ങനെ ആഘോഷിക്കുക? ഷർറിനെ ആഘോഷിക്കാൻ പറ്റുമോ? ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ മക്കളുടെ ബർത്ത്ഡേകൾ, നമ്മുടെ ഫാമിലിയിലുള്ള പല ആളുകളുടെയും ബർത്ത്ഡേകൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക? ആ ദിവസം നാട്ടുകാരൊക്കെ വിളിച്ച് ഭക്ഷണം നൽകി നല്ലൊരു ഫാത്തിഹയും മൗലിദൊക്കെ ഓതി ദുആ ചെയ്യും. പടച്ചോനെ, എന്റെ മകന് നീ ദീർഘായുസ് നൽകി റബ്ബേ, എന്റെ മകന് നീ ബുദ്ധിശക്തി നൽകി റബ്ബേ, എന്റെ മകന് നീ സ്വാലിഹീങ്ങളിൽ പെടുത്തു റബ്ബേ എന്നല്ലാതെ പാശ്ചാത്യന്റെ വെസ്റ്റേൺ ആളുകളുടെ ആ ഒരു കേക്കൊക്കെ മുറിച്ച് നമ്മൾക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും? എന്റെ കാരണം എന്തേ? ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഖബറിലേക്ക് ഒരു ചവിട്ടടി അടുത്തു എന്നതിന്റെ ലക്ഷണമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നുണ്ട്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ദുനിയാവിലേക്ക് കാല് കുത്തിയത് മുതൽ അൻത മുസാഫിറുൻ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്കുള്ള യാത്രയിലാണ്. നീ പ്രസവിച്ചത് മുതൽ നിന്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. യാത്രയുടെ ദൂരം എന്താ? നിന്റെ ജീവിതത്തിന്റെ ആയുസ്സാണ് യാത്രയുടെ ദൂരം. നിന്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ദൂരം നിന്റെ ആയുസ്സാണ്. നിന്റെ ഓരോ ദിവസങ്ങളും, നിന്റെ ഓരോ രാത്രികളും ഓരോ മൈലുകളാണ്. ആ മൈലുകളെ മറികടന്നിട്ട് നീ മരണത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടൊരിക്കലും ബർത്ത്ഡേകൾ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല, ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ദിവസങ്ങളല്ല. എങ്ങനെയാണ് ആഘോഷിക്കുക? പക്ഷേ ഈ ന്യൂ ഇയറും ഈ ആഘോഷങ്ങൾക്കും പകരം നമ്മൾ ആലോചിക്കണം, 2016 ഡിസംബർ 31 രാത്രി നേരെ പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. ഈ വർഷത്തിൽ ഞാൻ എന്ത് നന്മയാണ് ചെയ്തത്? ഈ വർഷത്തിൽ എന്ത് നന്മയാണ് ഞാൻ ചെയ്തത്? 2015 എന്ത് നന്മയാണ് 2016 ഞാൻ കൂടുതൽ ചെയ്തത്? കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു ഖത്തം ഖുർആനെങ്കിലും ഞാൻ കൂടുതൽ ഓതിയിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെക്കാൾ എന്റെ പാപം ഞാൻ കുറച്ചിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിച്ചൊരു ഫ്ലാഷ് ബാക്ക് എന്നോണം നമ്മൾ ഡിസംബർ 31 ആകുമ്പോൾ ജനുവരി മുതൽ ഒരു വർഷത്തെ കാലയളവ് ഹാസിബു ഖബ്ല അൻ തുഹാസബു, ഹിസാബ് ചെയ്യേണ്ട ദിവസമാണ്, ആഘോഷിക്കേണ്ട ദിവസമല്ല. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, രാത്രിയുടെ സമയമായാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്താണ് നിങ്ങളുടെ ആവശ്യം? മയ്യസ്അലുനി, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്. ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ? ചോദിച്ചാൽ അവന് ഞാൻ നൽകാം. രാത്രി ചോദിക്കുക, ആവശ്യമുണ്ടെങ്കിൽ റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു തരും, അള്ളാഹു തരും ഇൻഷാ അല്ലാഹ്. റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരട്ടെ. ആർക്കെങ്കിലും പാപമോചനം തേടാനുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു തആല കടന്നു വരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവ
ഒരു മുസ്ലിം ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഒരു മുസ്ലിം ദുആ ചെയ്താൽ, പ്രാർത്ഥന നമ്മുടെ ആയുധമാണല്ലോ, പ്രാർത്ഥനയിലാണല്ലോ പരിഹാരമുള്ളത്. ആളുകളുടെ മുമ്പിൽ ബെഗ് ചെയ്യുന്നതിലല്ല, ആളുകളോട് യാചിക്കുന്നതിലല്ല, നാട്ടുകാരോട് വിഷമം പറയുന്നതിലല്ല. പ്രാർത്ഥനയാണ് മുഅ്മിനിന്റെ ആയുധം. അതാണ് അദ്ദുആഉ വൽ ഇബാദ. പ്രാർത്ഥന അത് ആരാധനയാണ്. പ്രാർത്ഥന അത് ആരാധനയാണ്. അല്ല, അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ അടിസ്ഥാനമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു. അല്ലല്ല, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ആരാധന തന്നെ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്ന വഴി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ മിൻ മുസ്ലിമി യദ്ഉ ബിദഅവ, ഒരു മുസ്ലിം ഒരു ദുആ ചെയ്താൽ ലൈസ ഫീഹാ ഇസ്മു വലാ ഖതീഅതു റഹിം. നിങ്ങൾ ദുആയിൽ എന്താ ദുആയിലുള്ളത്? അല്ലാഹുവേ എനിക്ക് കള്ളു കുടിക്കാൻ ഒരു അവസരം തരണേ റബ്ബേ. അത് പറ്റൂല. അല്ലാഹുവേ നാലൊരു പെണ്ണിനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, അവിടെ കൂടെ ജീവിക്കാൻ എനിക്കൊരു അവസരം തരണം അല്ലാഹ്. അത് പറ്റൂല, തെറ്റാണ്. ലൈസ ഫീഹാ ഇസ്മുൻ, ദുആയിൽ ഒരു തെറ്റ് തിന്മ ചോദിച്ചാൽ പടച്ചോൻ ഉത്തരം തരൂല. നിങ്ങൾ ചോദിക്കാൻ, അല്ലാഹുവേ അപ്പുറത്തെ വീട് കുറച്ച് വലിയ വീടാണല്ലോ, അയാൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച നീ കൊടുക്കണേ റബ്ബേ, അയാളുടെ ബിസിനസ് നീ തകർക്കുക. തെറ്റാണ്. അത് വാക്കി ഇത്തരം കിട്ടൂല. വലാ ഖതീഅതു റഹിമിൻ, വലാ ഖതീഅതു റഹിമിൻ, കുടുംബ ബന്ധം മുറിയുന്ന ഒരു കാര്യവുമായിട്ടാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ എൻ്റെ ഇന്നാലിന്ന ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠന് നീ അപകടം നൽകണേ അല്ലാഹ്. കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയമാണ് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു ഉത്തരം തരൂല. ഈ രണ്ട് കാര്യം ദുആയിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെ വേദനിപ്പിക്കുന്നതോ തിന്മയോ അല്ലാഹുവോട് ചോദിക്കാതെ ഈ രണ്ട് കാര്യം. ഒന്ന്, നമ്മുടെ ദുആയിൽ എന്തുണ്ടാവാൻ പാടില്ല? കുടുംബ ബന്ധം മുറിയുന്ന ഒരു വിഷയം ഉണ്ടാവാനേ പാടില്ല. കുടുംബ ബന്ധം വലിയൊരു വിഷയമാണ്. കുടുംബ ബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്ത് പോലും ലഭിക്കൂല. അപ്പൊ ഇവിടേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്യുന്നുണ്ട്. 10,000-ങ്ങളും 1000-ങ്ങളൊക്കെ സംഭാവന ചെയ്യുന്നത് എന്തിനാണത്? അതവർ ചെയ്യാൻ കാരണം അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടണമെന്നുള്ള താല്പര്യമാണ്. അല്ലേ? സ്ഥാപനത്തിന് വേണ്ടി സമയവും തന്റെ സമ്പാദ്യവും എല്ലാം ചെലവഴിച്ച ആളുകളിൽ ഇവിടെ എത്ര ആളുകളുണ്ട്? പേരെടുത്ത് പറഞ്ഞ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മുടെ ഉസ്താദൊക്കെ വാർദ്ധക്യ സമയത്ത് പോലും ഇതിനു വേണ്ടി ഒടിച്ചാടി നടക്കുകയാണ്. അതുപോലെ ഒരുപാട് ബിസിനസ്സുകാർ അവരുടെ സമ്പാദ്യങ്ങൾ അവർ ഒഴിവാക്കി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. എന്തിനാണത്? അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന ഒരു വിഷയം നമ്മൾ ചോദിക്കാൻ പാടില്ല. കുടുംബബന്ധം വിച്ഛേദിച്ച ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ ദുആക്ക് ഇജാബത്തും ലഭിക്കൂല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അങ്ങനെ പിണങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് അല്പം മാറി നിന്ന് ദുആ ചെയ്താൽ മതി. എന്റെ ജീവിതത്തിൽ 3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3 അനുഭവങ്ങൾ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്വഹാബാക്കളോട് പറയുകയുണ്ടായി, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഇവിടെയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിലിരിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് എണീറ്റ് പോവണേ. കുടുംബബന്ധം പിണങ്ങാന്ന് പറഞ്ഞാല് മാതാപിതാക്കളോട് പിണങ്ങ, ഭാര്യയോട് ഭർത്താക്കന്മാരോട് പിണങ്ങ, മൂച്ചാപ്പമാരളാപ്പമാരോട് പിണങ്ങ, ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങുക. ഇങ്ങനെ കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തവർ ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ഒരു സ്വഹാബി എണീറ്റ് പോയത്. നബി തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ സ്വഹാബി സദസ്സിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബിയെ വിളിച്ചത്. എവിടേക്കാണ് താങ്കൾ പോയത്? നിങ്ങൾ എണീറ്റ് പോകുന്നത് കാണാനിടയായി. എങ്ങോട്ടാണ് നിങ്ങൾ പോയത്? അപ്പോഴാണ് ആ സ്വഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ കുടുംബത്തിലെ ഒരു ആളുമായി, എന്റെ കുടുംബത്തിലെ ഒരു സഹോദരനുമായി വർഷങ്ങളായി ഞാൻ പിണങ്ങിയിരിക്കുകയാണ്. സംസാരിക്കാതെ, ബന്ധമില്ലാതെ, യാതൊരു ബന്ധമില്ലാതെ പിണങ്ങി നിൽക്കുന്ന എനിക്ക് അങ്ങത് പറഞ്ഞപ്പോൾ സംസാരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ സദസ്സിൽ നിന്ന് എണീറ്റുകൊണ്ട് എന്റെ കുടുംബക്കാരിയുടെ വീട്ടിലേക്ക് ചെന്ന് സലാം പറഞ്ഞ് ഞാൻ സംസാരിച്ച് മടങ്ങി വന്നതാണ്.
നബി തങ്ങൾ അയാളെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, കുടുംബ ബന്ധം പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ അവിടേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല. മലക്കിറങ്ങൂല. തെറ്റി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എണീറ്റ് പോവല എന്നുള്ളത്. അല്ലെങ്കിൽ മനസ്സിലൊരു നിയത്ത് വെക്കുക, ഞാൻ പിണങ്ങുന്നില്ല ആരോടും, ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ തന്നെ ഞാൻ സലാം പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറാണ്. അങ്ങനൊരു നിയത്ത് മനസ്സിൽ വെക്കുക. ഇല്ലെങ്കിൽ ദുആ ചെയ്തിട്ട് ഇങ്ങനെ ദുആ ചെയ്യുക. അന്നാ യുസ്തജാബു ലഹ്. എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടൂല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ എന്നല്ല എവിടെയാണെങ്കിലും അല്ലാഹു ബോധം നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു. നിങ്ങൾ ദുആ ചെയ്താൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് അല്ലാഹു ഉത്തരം നൽകും. ചോദ്യം ഉത്തരം. ഇവിടെ മസല ചോദിക്കുന്നത് പോലെ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉടനെ ഉത്തരം. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് റബ്ബ് തരും. ഒന്നുകിൽ ഇങ്ങനെ 3 രീതിയിലാണ് മറുപടി ലഭിക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് എന്റെ ഭാര്യ എന്റെ സമീപത്തേക്ക് കടന്നു വന്നത്. ഞാൻ വീട്ടിലിരിക്കാൻ, അപ്പൊ എന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ പുതിയാപ്പിളായിട്ട് ഇരുന്നാ മതി, കാണുന്നില്ലേ മക്കളൊക്കെ പട്ടിണി കിടക്കുന്നത് കാണുന്നില്ലേ? ഈ പട്ടിണി കിടക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങളല്ലേ ഭക്ഷണം നൽകേണ്ടത്, നിങ്ങളല്ലേ വീട്ടിന്റെ പിതാവ്, നിങ്ങളിങ്ങനെ പുതിയാപ്പിളയായി പിതാവായിട്ടിരുന്നാ മതിയോ? മക്കൾക്ക് ഭക്ഷണമില്ലല്ലോ എന്ന് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് തന്റെ ഭാര്യ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണം നൽകാൻ ഒന്നുമില്ല, കയ്യിൽ ക്യാഷും ഇല്ല, ഭക്ഷണമൊക്കെ തീർന്നു, വെള്ളമില്ല. പിന്നെ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ആലോചിക്കണേ. നമ്മുടെയൊക്കെ വീട്ടിന് എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു ഭാഗ്യമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഇതുവരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഈ സദസ്സിലുണ്ടോ ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്ന? ഭക്ഷണം ഇല്ലാഞ്ഞിട്ട്, ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, ഭക്ഷണം ഇല്ലാഞ്ഞിട്ട് കഴിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പട്ടിണി കിടന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുണ്ടാവില്ല. നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹു അനുഗ്രഹം മരണം വരെ നിലനിർത്തട്ടെ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ വുളൂ ചെയ്യുകയും ആ വുളൂ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്റെ സുഹൃത്തിനെ കുറിച്ച് ഓർമ്മയായത്. എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മയായത്. സുഹൃത്തിനോട് പറഞ്ഞിരുന്നു, ശഖീഖുൽ ബൽഖി എന്ന് പറയുന്ന ഉസ്താദിനോട് സുഹൃത്ത് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ അത് എന്നോട് പറയണമെന്ന്. ആവശ്യമുണ്ടായാൽ ഉസ്താദ് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊക്കെ ചെയ്തു തരാം. അങ്ങനെ ഇഷ്ടംപോലെ മുതലാളിമാരുണ്ട്. വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. നാട്ടിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഉസ്താദുമാരോടും പാവങ്ങളോടും എല്ലാവരോടും പറയുന്ന മുതലാളിമാർ ഇഷ്ടം പോലെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്റെ ഒരു അനുജനെ പോലെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ കണ്ടാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുണ്ടായ ഒരു മിസ് കോൾ അടിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകൾ. ശഖീഖുൽ ബൽഖിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സുഹൃത്ത്. തന്റെ വീട്ടിന്റെ പട്ടിണി, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മക്കളുടെയും ഭാര്യയുടെയും പ്രയാസമോർത്തപ്പോഴാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ആ ഒരു ചെറുപ്പക്കാരന് ഓർമ്മയായത്. എനിക്ക് ഇന്നാലിന്ന ചങ്ങാതിയുണ്ടല്ലോ, ആ ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ, എന്തിനാ വിഷമിക്കുന്ന? ചങ്ങാതിയോട് പറഞ്ഞാൽ പോരെ. അങ്ങനെ വുളൂ ചെയ്തു. പള്ളിയിലേക്ക് നടക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വാക്കോർമ്മയായത്. മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ഹദീസോ ഒരു അസർ ഓർമ്മയായത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഫല്യബ്ദഅ ഫീഹാ ബില്ലാഹി അസ്സ വജല്ല. ജീവിതത്തിൽ ഒരാൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും അവൻ തുടങ്ങേണ്ടത് അള്ളാഹുവിനോട് പറഞ്ഞിട്ടാണ്, നാട്ടുകാരോട് പറഞ്ഞിട്ടല്ല, ചങ്ങാതിമാരോട് പറഞ്ഞിട്ടല്ല. നിങ്ങൾ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു വാഹനം വാങ്ങുകയാണെങ്കിൽ, ഏതെങ്കിലും സദുദ്യമത്തിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നാട്ടുകാരെ പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിലേക്ക് തവക്കുലാക്കി ഇറങ്ങണേ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചിറങ്ങണേ. അള്ളാന്റെ സഹായം അത് തീരുന്നത് വരെ ഉണ്ടാവും. നാട്ടുകാരെ ഏൽപ്പിച്ചിറങ്ങിയ നാട്ടുകാർ കൈവിടിഞ്ഞ അത് തകർന്ന് പാളിസായി പോകും. പടച്ചോൻ ഏൽപ്പിച്ച പടച്ചോൻ തകരൂല, അത് നിലനിൽക്കും മരണം വരെ. ആലോചിക്കുക, ഏത് വിഷയം, മകളെ കല്യാണമാണ്, ഒന്നുമില്ല, അല്ലാഹുവേ ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ, റബ്ബേ എന്റെ മകളുടെ കാര്യം, എന്റെ വീടിന്റെ കാര്യം, എന്റെ കല്യാണ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ. എന്നിട്ട് നാട്ടിലേക്ക് ഇറങ്ങുക, ആദ്യം റബ്ബിനെ ഏൽപ്പിക്കുക.
മഹാനായ ഷക്കീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഓർത്ത് പള്ളിയിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് മഹാനായ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കോർമ്മയായത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ, ഏതെങ്കിലും ഒരു സൃഷ്ടിയോടൊരു ആവശ്യമുണ്ടായാൽ ആദ്യം അയാൾ അല്ലാഹുവിനോട് പറയട്ടെ, നാട്ടുകാരോടല്ല. അത് ഓർമ്മയായപ്പോ ഞാൻ നേരെ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഞാൻ അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോഴാണ് അറിയാതെ ഒരു ഉറക്ക് വരുന്നത്. അറിയാതെ ഒരു ഉറക്ക്, ഞാനിങ്ങനെ ആടിപ്പോയി, അത്തഹിയ്യാത്തിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കിലാണ് എന്നെ ഒരാൾ കടന്നു വന്ന് വിളിക്കുന്നത്, നീ യാ ഷഖീഖ്, ഷക്കീഖേ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടാകുമ്പോൾ ആ ആവശ്യം ആദ്യം മനുഷ്യന്മാരിലേക്ക് ഇറക്കുക, പിന്നെ റബ്ബിനെ കുറിച്ച് ആലോചിക്കുകയോ. അദ്ദേഹം അത്തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഉറക്കം വരുന്നത് പോലെ അപ്പോൾ ഒരാളോട് വിളിക്കുന്നുണ്ട്, യാ ഷഖീഖ്, നിങ്ങൾക്കൊരു ആവശ്യമുണ്ടായപ്പോ ആദ്യം റബ്ബിനെ മറന്നിട്ട് അടിമകളെ ഓർക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഞെട്ടി. അദ്ദേഹം പിന്നെ താൻ ഉദ്ദേശിച്ച സുഹൃത്തിനോട് പറയുന്നത് വേണ്ട, തന്റെ സുഹൃത്തിനോട് പറയുന്നത് വേണ്ട എന്ന് തീരുമാനിച്ചു. പള്ളിയിൽ തന്നെ ഇരുന്നു ഇശാഇന്റെ സമയം വരെ. വീട്ടിൽ പോയാൽ ഭാര്യ പ്രശ്നമുണ്ടാക്കുമല്ലോ. അതുകൊണ്ട് വീട്ടിലേക്ക് പോവാതെ ഇശാ നിസ്കാരം വരെ പള്ളിയിലിരുന്നു. എന്നിട്ട് ആരെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അയാളുടെ സമീപത്തേക്ക് പോവാതെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് എന്റെ സമീപത്തേക്ക് എന്റെ മകൾ കടന്നു വരുന്നത്. എന്റെ സുഹൃത്തിനെ തൽക്കാലം സുഹൃത്തിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് ഒഴിവാക്കി ഞാൻ എന്റെ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ആരെയാണോ ഞാൻ ഓർത്തത്, ആരാണോ എന്താവശ്യമുണ്ടായാലും സഹായിക്കാമെന്നുള്ള വാഗ്ദാനം എനിക്ക് നൽകിയത്, അയാൾ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് ആവശ്യമായ തുകകൾ നൽകി, വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി അയാൾ തിരിച്ചു പോയിട്ടുണ്ട് എന്ന് മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം അതാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരാൾ ദുആ ചെയ്താൽ 3-4 മറുപടി അയാൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതുഹു, ഓൺ ദി സ്പോട്ട് അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകും. ഓൺ ദി സ്പോട്ട് ചോദിക്കുക, ഉത്തരം അല്ലാഹു നൽകും. അങ്ങനെ ലഭിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ട്. 2, വഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ദുആ ചെയ്യുകയാണ്, ഒരുപാട് ദുആ ചെയ്തു, എന്നിട്ടോ ഇവിടുന്ന് കിട്ടിയില്ല. ദുആ ചെയ്യാ, നിരന്തരമായി ദുആ ചെയ്ത് പകുതിയിൽ വെച്ചിട്ട് റബ്ബ് വെറുതെ പറയാണ്, ഇത്രയില്ല, ഒന്നുമില്ല, ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല, പോയി, അതോടെല്ലാം നഷ്ടപ്പെട്ടു. അതൊന്നുമല്ല, റബ്ബിനോട് ദുആ ചെയ്യാൻ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു മകനെ തരണേ, എനിക്കൊരു മകനെ തരണേ റബ്ബേ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണിത്. എത്ര കാലം ദുആ ചെയ്തെന്നറിയോ? അദ്ദേഹത്തിന് താടി രോമങ്ങളൊക്കെ നിരച്ചു വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കൂല എന്ന് തന്നെ എല്ലാവരും ഉറപ്പിച്ച ഒരു സാഹചര്യം വരെ ദുആ ചെയ്തു. പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു. ഇനി താടിയൊക്കെ നിറച്ചു, ഞാൻ വൃദ്ധനായി, എന്റെ ഭാര്യ ആണെങ്കിൽ ഒരിക്കലും പ്രസവിക്കൂല. അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട്. എന്താണ്? അങ്ങനെ അള്ളാഹുവിന്റെ പ്രതീക്ഷ കൈവിടിയാതെ വീണ്ടും ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹു സക്കരിയ നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. ആലോചിക്കണേ, മക്കളുണ്ടാകുന്ന കാര്യമാണ്. ചില ആളുകൾ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല, 7 വർഷമായി, 10 വർഷമായി, 18 വർഷമായി മക്കളില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാമിന് റബ്ബ് മക്കളെ കൊടുത്തത് അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ നരച്ചതിന് ശേഷമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ നൽകിയത് 100ാമത്തെ വയസ്സിലാണ്. അതുവരെ ദുആ ചെയ്തു, നിരാശരായിട്ടില്ല. നമ്മൾ 2 വർഷം ദുആ ചെയ്യും, പിന്നെ അത് അല്ലാഹു തരുന്നൊന്നുമില്ല, ഇനി തരുന്നെങ്കിൽ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുക. അത് നമുക്ക് കിട്ടൂല. നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ തയ്യാറായാൽ അല്ലാഹുവിന് ഏത് സമയമാണെങ്കിലും തരാനൊരു പ്രയാസമില്ല. അല്ലാഹു പറയുന്നുണ്ട്, കാഫ്ഹാ യാ ഐൻ സ്വാദ്
ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. അല്ലാഹുവേ എന്റെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് റബ്ബേ, എന്റെ എല്ലെല്ലാം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബേ. എന്നാലും ഞാൻ ദുആയിൽ നിന്ന് നിരാശനല്ല റബ്ബേ, എനിക്കൊരു മകനെ തരണേ അല്ലാഹ്. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. അല്ലാഹുവേ എന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്, മച്ചിപ്പെണ്ണാണ്, പ്രസവിക്കാത്ത ഒരു പെണ്ണാണ്. എന്നാലും എനിക്ക് നിരാശയില്ല. ഫഹബ് ലീ മിൻ ലദുക വലിയ. അല്ലാഹുവേ അതുകൊണ്ട് എനിക്കൊരു മകനെ താ റബ്ബേ. എത്ര കാലം നരബാധിക്കുന്നത് വരെ ദുആ ചെയ്തു. നമ്മൾ ദുആ ചെയ്യോ? നമ്മൾ മാക്സിമം പോയ 40 വയസ്സ് വരെ ദുആ ചെയ്യും, പിന്നെ നമ്മൾ നരബാധിച്ചു, കയ്യും കാലൊക്കെ ചുളിഞ്ഞു, വയസ്സായി, അപ്പോഴും ദുആ ചെയ്യ, അല്ലാഹു എനിക്ക് മക്കളെ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലാഹു വിളിക്കുന്നത്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം. സക്കരിയ നബിയേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു മകനെ തരാം. ഇസ്മുഹു യഹ്യ, ആ മകന്റെ നാമമാണ് യഹ്യ എന്ന്. قال رب أنى يكون لي غلام وكانت امرأتي عاقرا. എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കളുണ്ടാവുന്നത്? എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണല്ലേ, എങ്ങനെയാണ് റബ്ബേ എനിക്ക് മക്കളുണ്ടാകുന്നത്? വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ, ഞാൻ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയിട്ടുണ്ട്, ഞാൻ വൃദ്ധനായി പിച്ചും പേയും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഭാര്യയാണെങ്കിലും മച്ചിയാണ്. ഡോക്ടർമാർ പറഞ്ഞു നിനക്ക് മക്കളുണ്ടാവൂല അല്ലെ, ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് മക്കളുണ്ടാവാൻ സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരെ മക്കളെ തരുന്നത് റബ്ബാണ്. ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും. ഡോക്ടർമാർ പറഞ്ഞു, നോക്കി ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, സാധ്യതയില്ല, നിങ്ങൾ നിരാശരാവണ്ട, ഡോക്ടർമാരല്ലേ ഈ മക്കളെ തരുന്നത് റബ്ബാണ്. സക്കരിയ നബിക്ക് വാർദ്ധക്യത്തിൽ മക്കൾ കൊടുത്ത അല്ലാഹ്, ഇബ്രാഹിം നബിക്ക് 100ാമത്തെ വയസ്സിൽ മക്കൾ കൊടുത്ത അല്ലാഹ്. ദുആന്റെ ഫലാണത്. നമ്മൾ ദുആ ചെയ്യും. മക്കളുടെ കാര്യം മാത്രമല്ല, എന്ത് വേണം, നിങ്ങൾക്ക് ഒരു ഇന്നോ വേണോ, ദുആ ചെയ്യും റബ്ബിനോട്, ആത്മാർത്ഥമായി ദുആ ചെയ്യും, അല്ലാഹു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നൽകുമാറാവട്ടെ, അല്ലാഹു നൽകുമാറാവട്ടെ. വകാനത് ഇംറഅതി ആഖിറൻ വഖദ് ബലഗ്തു മിനൽ കിബരി അതിയ. അപ്പോൾ അല്ലാഹു പറയാണ്, സക്കരിയ നബിയെ നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങള്. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യിൻ. എനിക്കിത് വളരെ എളുപ്പമാണ്, മക്കളെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് നിസ്സാരമാണ്, എളുപ്പമാണ്, നിങ്ങൾ വിചാരിച്ചതുപോലൊന്നുമല്ല. വയസ്സായി എന്ന് പറഞ്ഞിട്ടൊന്നും മക്കളില്ലാതിരിക്കൂല. ഭാര്യ മച്ചി അതൊക്കെ ഡോക്ടർമാർ പറയല്ലേ, പടച്ച റബ്ബ് തീരുമാനിച്ച മക്കൾ തരാൻ പ്രയാസമുണ്ടോ? അതുകൊണ്ട് ദുആ ചെയ്യേ. മക്കൾ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഏത് വിഷയമാണെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനം ഇങ്ങനെ തന്നെ, ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് വളരെ എളുപ്പമാണെന്നാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്. വഖദ് ഖൽഖതുക മിൻ ഖബ്ലു വലം തകു ശൈആ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, നീ ഒന്നുമില്ലായിരുന്നല്ലോ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ലേ, പിന്നെ നിങ്ങൾക്കൊരു മക്കളെ തരാൻ എനിക്ക് പ്രയാസമാണോ? ഓ അലയ്യ ഹയ്യിൻ, എനിക്കത് വിഷയമല്ല, നീ ദുആ ചെയ്തതിന്റെ ഫലം അല്ലാഹു കൊടുക്കാൻ. മഹാന മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രവും ഇതുപോലെ പറയുന്നുണ്ട്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദ് തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ. ഉപ്പയില്ലാതെ മക്കളെ നൽകാണ് മറിയം ബീവിക്ക്, പിതാവില്ലാതെ ഭർത്താവില്ലാതെ മക്കളെ തരാണ്. ഭർത്താവില്ലാത്ത മക്കൾ ഉണ്ടാവേ? മറിയം ബീവി ചോദിച്ചു, ഭർത്താവില്ലാതെ എന്നോട് ശാരീരികമായ ഒരാൾ ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് മക്കൾ ഉണ്ടാവേ? മറിയം ബീവി ചോദിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എങ്ങനെയാണ് എനിക്ക് മക്കൾ ഉണ്ടാവുന്നത്? വലം യംസസ്നി ബശറു വലം അകു ബഗിയ, ഞാനൊരു വ്യഭിചാരിയല്ലല്ലോ,
എന്നെ ഒരാളും സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷനും എന്നെ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് മക്കളുണ്ടാവുന്നത്? എനിക്ക് മക്കളുണ്ടാവേ എങ്ങനെ ഉണ്ടാവുക? എന്നൊരാളും തൊട്ടിട്ടില്ലല്ലോ. അപ്പൊ അല്ലാഹു അതേ മറുപടി, ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. അല്ലാഹുവിന് ഇത് പ്രയാസമുള്ള വിഷയമല്ല. മക്കളെ തരാന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് എളുപ്പമാണ്. പിന്നെന്തിനാ ടെൻഷനാണത്? പിന്നെന്തിനാ വിഷമിക്കുന്നത്? മക്കൾ ഉദാഹരണം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്താ മുതൽ വേണോ, എന്താ വേണ്ടത്? വേണ്ട റബ്ബിനോട് ചോദിക്കും, റബ്ബ് തരും. ഹുവ അലയ്യ ഹയ്യിൻ. അല്ലാഹുക്ക് ഇത് എളുപ്പമാണ്. അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് ഒന്നുകിൽ അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കും. മരണം വരെ ഉത്തരം കിട്ടിയില്ല എന്നാലോ വിഷമിക്കേണ്ട. ആ ദുആ നാളെ ആഖിറത്തിലെത്തുമ്പോൾ 10 മടങ്ങ് വലുപ്പമുള്ള വലിയൊരു ദറജയായി അല്ലാഹു സ്വർഗ്ഗത്തിൽ എടുത്തു വെച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ ഒരു നന്മ ഒന്നും ചെയ്തിട്ടുണ്ടാവൂല, പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിരാശയില്ലാതെ മരണം വരെ ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ചവനാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ നാളെ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സ്വർഗീയ സുഖങ്ങൾ അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ ദുനിയാവിലുള്ള സുഖാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? എന്താ വേണ്ടത്? ദുനിയാവാണോ വേണ്ടത്, സ്വർഗ്ഗാണോ വേണ്ടത്? സ്വർഗം. ദുനിയാവൊന്നുമില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈച്ചയുടെ കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും, അത്ര ഒരു പരിഗണന പോലും ദുനിയാവിന് റബ്ബ് നൽകിയിട്ടില്ല. സ്വർഗം അതാണെല്ലാം. അള്ളാഹു നമ്മളേക്ക് സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാത്ത സ്വർഗത്തേക്ക് അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. രണ്ടാമത്, ദുആ ചെയ്ത് ഉത്തരം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. അള്ളാഹു നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ വർദ്ധിക്കാനാണ്, വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് നൽകാനാണ്. മൂന്നാമത്തേത്, ഏതൊരു അപകടത്തിൽ നിന്നാണോ നിങ്ങൾ കാവൽ ചോദിക്കുന്നത്, അതുപോലെയുള്ള അപകടം നിങ്ങൾക്ക് വരാതിരിക്കാൻ, ഒരുപക്ഷെ വേറെയും അപകടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ദുആ ചെയ്തത് കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ അള്ളാഹു തടയും. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ അയൽവാസിയായ 2 കുട്ടികൾ എടുത്തിട്ടാണ് മരിച്ചുപോയത്, കിണറ്റിൽ വീണിട്ട്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. കിണറ്റിൽ വീണു. ഉമ്മമാരകത്താണ്. ഞാൻ എൻ്റെ ഇവിടെ ഒരുമിച്ചുകൂടെ എല്ലാ ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഒരു ദുആയാണ്. ആ ദുആ പഠിക്കുകയും എല്ലാ നിസ്കാര ശേഷം ആ ദുആ ജീവിതത്തിൽ പകർത്തുകയും ജീവിതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. ഉമ്മമാര് വീട്ടിന്റെ അകത്തളങ്ങളിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കെ ആ വീട്ടിലാരും ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെയോ മരിച്ച സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. 2 പിഞ്ചുമക്കൾ കിണറ്റിന്റെ സമീപത്ത് കളിച്ച് അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന മെറ്റലിന്റെ മുകളിൽ കയറി അവിടെ ഇരിക്കുന്ന നെറ്റ് കണ്ടപ്പോൾ അതിലൊന്ന് ഊഞ്ഞാലാടാനാണോ എന്നറിയില്ല. അപ്രതീക്ഷിതമായി ഒരു കുടുംബത്തിന് അല്ലാഹു നൽകിയ ആഘാതമാണ്. ഇങ്ങനൊരു ആഘാതം നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരാതിരിക്കാൻ, ഇങ്ങനെ ഒരു പ്രയാസം നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? 10 മാസം ഗർഭം ചുമന്ന ഉമ്മ, 2 വർഷക്കാലം മുലപ്പാല് നൽകിയ ഉമ്മ, മക്കളുടെ പ്രഭാവിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ പ്രവാസ ലോകത്തേക്ക് ചെന്നവിടെ അധ്വാനിച്ച 2 പിതാക്കന്മാർ, എങ്ങനെയാണ് ഒരു കുടുംബത്തിന് സഹിക്കാൻ പറ്റുക? മക്കൾ നടന്ന് കാണാൻ, മക്കളൊന്ന് സഞ്ചരിക്കുന്നത് കാണാൻ, മക്കളൊന്ന് ഓടുന്നത് കാണാൻ, മക്കളൊന്ന് സംസാരിക്കുന്നത് കാണാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന 2 ഉമ്മമാർ അല്ലാഹുവർക്ക് പകരം നൽകുമാറാവട്ടെ. അല്ലാഹുവർക്ക് സ്വർഗീയ ലോകത്തൊരു ഭവനം നിർമ്മിക്കുമാറാവട്ടെ. അതിനാണ് ബൈത്തുൽ ഹംദി, സ്തുതിയുടെ വീട് എന്ന നാമമുള്ള ഒരു വീട് അല്ലാഹു ആ കുടുംബത്തിന് നൽകുമാറാവട്ടെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? മക്കളില്ലാത്ത ഒരു ഭാര്യയുടെ, മക്കളില്ലാത്തൊരു പിതാവിന്റെ വിഷമം അനുഭവിക്കുന്ന ഒരാൾക്കറിയാം. ഉള്ള മക്കൾ മരിച്ചു പോയാലുള്ള അവസ്ഥ എന്താ? ഇങ്ങനൊരു അപകടം വരാതിരിക്കാൻ, ഇങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. പഠിച്ചോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ زوال نعمتك وتحفل عافيتك وفجاءة نقمتك
وجميع سخطك اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക നിന്നോട് ഞങ്ങൾ കാവൽ തേടുകയാണല്ലോ മിൻ സവാലി നിഅമതിക നീ തന്ന നിഅമത്ത് നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന ജോലി നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന ശബ്ദം നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന ആരോഗ്യം നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന ബിസിനസ് നീ കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന കാഴ്ചശക്തി കൊണ്ടുപോവല്ലേ അല്ലാഹ്. നീ തന്ന മക്കളെ കൊണ്ടുപോവല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. ദുആ ചെയ്യേ. വതഹബ്ബുലി ആഫിയതിക അല്ലാഹുവേ നീ തന്ന ആരോഗ്യം ഞങ്ങളുടെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. പകുതിയിൽ വെച്ച് ആക്സിഡന്റ് ആയി കിടക്കുന്നൊരവസ്ഥ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. കാലിന് ബാധമുള്ളൊരവസ്ഥ തരല്ലേ അല്ലാഹ്. വെള്ളപ്പാണ്ട് ബാധിക്കുന്നൊരവസ്ഥ തരല്ലേ അല്ലാഹ്. ഈയടുത്ത് കോഴിക്കോട് ഭാഗത്തൊരു വാലിന് പോയപ്പോഴാണ് അവിടെയുള്ള ഒരു സഹോദരൻ വേദനയോടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്. എന്റെ മകൾക്ക് 18 വയസ്സായി, ദുആ ചെയ്യണം, കല്യാണ ആലോചനകളൊന്നും ശരിയാവുന്നില്ല. അതിന് കാരണം പറഞ്ഞത് എന്റെ പൊന്നുമോൾ അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവളുടെ ശരീരമാസകലം വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്, മുഖത്തും കൈകളിലും വെള്ളപ്പാണ്ട് ബാധിച്ചിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ഹോമിയോപ്പതികളായ ഡോക്ടർമാരെ കാണിച്ചു, തങ്ങന്മാരെ കാണിച്ചു, ശിഫയില്ല, സമനമില്ല, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനൊരു അസുഖം നമ്മൾക്ക് വന്നാൽ നമ്മുടെ കഥ എന്താണ്? പുറത്തിറങ്ങാൻ പറ്റുമോ? കല്യാണം കഴിയാൻ പോകുന്ന നമ്മുടെ പെൺമക്കൾക്ക് വന്നാൽ ആ പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് വരാതിരിക്കാൻ വേറെ ഒരു സഹോദരൻ കണ്ണൂർ ജില്ലയിലൊരു പ്രഭാഷണത്തിന് പോയപ്പോ മുറിയിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ രംഗം ഞാൻ ഓർക്കുകയാണ്. ഉസ്താദേ, എന്റെ പെങ്ങള്, എന്റെ സഹോദരി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ സഹോദരിയുടെ തലമുടി ഓരോന്നോരോന്നായി കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, ശമനമില്ല. SSLC കഴിയുമ്പോഴേക്കും എന്റെ പെങ്ങളുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയി. ഉസ്താദേ, എങ്ങനെയാണ് കല്യാണം കഴിക്കുക? ഒരു പെണ്ണിന്റെ സൗന്ദര്യം മുടിയാണല്ലോ. അവർക്ക് മറച്ചു വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇത് കാണാതിരിക്കുന്നൊരു വിഷയമല്ലല്ലോ. എന്താണ് ചെയ്യേണ്ടത്? ദുആ ചെയ്യണേ. ഇന്ന് എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. എന്റെ പെങ്ങൾക്ക് 28 വയസ്സാണ്. അവളുടെ അനുജത്തിയുണ്ട്, ഡിഗ്രി പഠനം പൂർത്തിയാക്കി കല്യാണ ആലോചനകൾക്ക് കാത്തിരിക്കുന്നത്. പക്ഷേ ഈ 28-കാരിയായ എന്റെ മകൾ കല്യാണം കഴിക്കാതെ നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ 21-കാരിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കഥ എന്താണ്? അതുകൊണ്ട് ദുആ ചെയ്യേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക നീ തന്ന നിഅമത്ത് നീ തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. ഗൾഫിൽ പോയാൽ അറിയാം, അബൂദാബിയിലും ദുബായിലുമുള്ള 100 കണക്കിന് ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നത്, മാസങ്ങളായി ജോലിയില്ലാതെ മുറിയിൽ തന്നെ കിടക്കുന്നത്. ഇന്നലെ സൗദിയിൽ നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ജോലിയുടെ കാര്യം വളരെ പ്രതിസന്ധി ാണ്, ദുആ ചെയ്യണമെന്ന്. വളരെ നല്ല ജോലി ഉണ്ടായിരുന്ന, 1 ലക്ഷത്തോളം സാലറി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, വല്ലാത്ത കഷ്ടപ്പാടിലാണ്, ദുആ ചെയ്യണമെന്ന്. ഇങ്ങനൊരു അപകടം വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾക്ക് ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് ദുആ ചെയ്യണേ, അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക നീ തന്ന നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോകല്ലേ അല്ലാഹ്. വതഹബ്ബുലി ആഫിയതിക നീ തന്ന ആഫിയത്ത് നീ തിരിച്ചു കൊണ്ടുപോവല്ലേ അല്ലാഹ്. എന്റെ മരണം വരെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. വഫുജാഅതി നിഖമതിക പെട്ടെന്നുള്ള അപകടങ്ങൾ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളാണ് ആ ഒരു സഹോദരിക്ക് വെള്ളപ്പാണ്ട് വന്നത്. പെട്ടെന്നുള്ള അപകടമാണ് ആ ഒരു സഹോദരിയുടെ തലയിൽ നിന്ന് മുടി മുഴുവനും കൊഴിഞ്ഞു പോയത്. പെട്ടെന്നുള്ള അപകടമാണ് ഇന്നലെ ആദൂറിൽ വെച്ചൊരു ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരൻ ബുള്ളറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ അറിയാതെ ഒരു ബസ്സുമായി ആക്സിഡന്റ് പറ്റി മരിച്ചുപോയത്. പെട്ടെന്നുള്ള ആക്സിഡന്റ് ആണ്. എന്തെങ്കിലും നമ്മുടെ ഷോപ്പുകൾക്കെതിരെ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്കെതിരെ ഹുകൂമത്തിന്റെ ചില നിയമങ്ങൾ വരുന്നത്. മാനിൽ പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു ക്ലിനിക്ക് നടത്തുന്ന ഒരു സഹോദരനാണ്, എറണാകുളം ജില്ലയിലുള്ള. അയാൾ പറഞ്ഞു, നമ്മള് നല്ല ഉഷാറായി, എന്റെ ക്ലിനിക്ക് വളരെ ഉഷാറായി നല്ല ലാഭമുള്ളൊരു സമയത്താണ് പിന്നെ ഹുകൂമത്തിന്റെ ആളുകൾ വന്നിട്ട് നിങ്ങൾ അത് മാറ്റണം, ഇത് മാറ്റണം, ബിൽഡിംഗ് ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താ കാരണം? അപ്പൊ പറഞ്ഞു ഇത് സൗകര്യം പോരാൻ. ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലിനേക്കാൾ സൗകര്യം ആ ക്ലിനിക്കിലുണ്ട്. പക്ഷെ അള്ളാന്റെ ഒരു പരീക്ഷണമാണ്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ബിൽഡിംഗ് വേറെ മാറണം, ബിൽഡിംഗ് മാറാനാണെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞു ഞാൻ അപ്പുറത്തുള്ള ഫ്ലാറ്റും കൂടി കൂട്ടിച്ചേർത്തിട്ട് ചെയ്തോട്ടെ. സമ്മതം കൊടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഇന്റീരിയർ വർക്കേഴ്സിനെ വിളിച്ചപ്പോൾ അവർ വരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഇഷ്ടംപോലെ 100 കണക്കിന് കഥകളുണ്ട്. ബിസിനസ്സിൽ പെട്ടെന്ന് തകർച്ചയുണ്ടാവുക, ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചു പോവുക, പെട്ടെന്ന് തളർന്നു പോവുക. എൻ്റെ ഒരു സുഹൃത്ത് ഷിഹാബുദ്ദീൻ ഹുദവി, എന്നെക്കാൾ 2 വയസ്സ് പ്രായമുള്ള ഒരു ഹുദവി, ഒരു രോഗം ഉണ്ടായിട്ടില്ല, ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ്. രാവിലെ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരാതിരുന്നു. ആളുകൾ പോയി മുട്ടിനോക്കി, ഡോർ തുറക്കുന്നില്ല. ജനൽപാളിയിലൂടെ എത്തി നോക്കിയപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട്. ഡോർ മുട്ടി കുത്തിപ്പൊളിച്ചു, അകത്തേക്ക് കിടന്നു. വിളിച്ചു നോക്കി, ഉണരുന്നില്ല. കാലുകൾ തൊട്ടു നോക്കുമ്പോൾ ഐസ് പോലെ കാലുകൾ തണുത്തു പോയിട്ടുണ്ട്. 28-കാരൻ കിടന്ന കിടപ്പിൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇത് പെട്ടെന്നുള്ള മരണല്ലേ, പെട്ടെന്നുള്ള അപകടമാണ്. സ്വാലിഹീങ്ങൾക്ക് ഇത് അനുഗ്രഹമാണ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഇത് അനുഗ്രഹമാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള പാപികൾ പെട്ടെന്ന് മരിച്ചു പോയ നമ്മളെ കഥ എന്താ? ജീവിതത്തിൽ തെറ്റേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇന്ന് മരിച്ചുപോയി എന്താ നമ്മൾ ഖബറിലേക്ക് വേണ്ടി ഒരുക്കി വെച്ചത്? എന്താ? നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് അനുഗ്രഹമായ മരണം ഒരാഴ്ച രോഗിയായിട്ട് കിടന്നിട്ട് മരിക്കലാണ്. കാരണം ആ ഒരു കാലയളവിൽ എന്റെ മരണം അടുത്തു, തൗബ ചെയ്യാനുള്ളൊരു സമയം നമ്മൾക്ക് ലഭിക്കും. ആളുകൾക്ക് കടം കൊടുക്കാനും ആളുകൾക്ക് വസിയത്ത് ചെയ്യാനും സർവശക്തനായ സർവലോക പരിപാലകനായ അല്ലാഹുവിലേക്ക് മടങ്ങാനും ദുആ ചെയ്യാനും തൗബ ചെയ്യാനും നമ്മൾക്ക് അവസരമുണ്ടാകും. അങ്ങനെ മരിക്കലല്ലേ ഖൈറ്. സ്വാലിഹീങ്ങളായ ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം പ്രശ്നമല്ല, കാരണം അവർ സാലിഹായ അമലിലായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ ഓരോ നിസ്കാരശേഷം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹബ്ബുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന നിഅമത്ത് നിലനിർത്തണേ അല്ലാ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള വലിയ വലിയ ഫർണിച്ചർ ഷോപ്പുകളൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ കത്തിപ്പോയാൽ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യം തകർന്ന് തരിപ്പണമായാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റോ? അത് വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ദുആ ചെയ്യണേ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്താൽ മൂന്നാമതായി അപകടം നിങ്ങളെ വരാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ ദുആ അധികരിപ്പിക്കാൻ പോവുകയാണ്. എന്ത് ആവശ്യമുണ്ടായാലും അള്ളാഹുവിനോട് ചോദിക്കാൻ പോവുകയാണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അല്ലാഹു അക്ബർ. നിങ്ങൾ എത്ര ചോദിച്ചാലും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് കുറയുകയേ ഇല്ല. അതാണ് അള്ളാഹു. നാട്ടാരോടെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ പിരിവിന് നമ്മളെ അഷ്റഫ് കാർഡ് ഉണ്ട്. അഷ്റഫ് ഒരുപാട് ഇതിനു വേണ്ടി ചെലവഴിച്ചു. അഷ്റഫ് കാർഡ് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ 1 ലക്ഷം കൊടുക്കാൻ തയ്യാറുണ്ടോ? അഷ്റഫ് നിങ്ങൾ കുറെ കൊടുത്തല്ലേ അങ്ങനെ പറയും. മൂപ്പർക്ക് തരുമായിരിക്കും, ഉദാഹരണം പറഞ്ഞ നമ്മൾ കൊടുത്തല്ലേ. പക്ഷെ റബ്ബ് അങ്ങനെയല്ല. ഇന്ന് ചോദിച്ചു, നാളെ ചോദിച്ചു, മറ്റന്നാൾ ചോദിച്ചു, പിന്നെ ഇന്ന് തന്നെ വീണ്ടും ചോദിച്ചു, റബ്ബ് തരും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. അല്ലാഹു അക്ബർ. അള്ളാഹുവിന്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ചോദിക്കാൻ നാണം വേണ്ട, ചോദിക്കാൻ ഷെയ്മ് വേണ്ട. എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഹലാലായതൊക്കെ ചോദിച്ചു വാങ്ങിക്കോളി, റബ്ബ് തരും. വിശ്വാസം മനസ്സിലുണ്ടായാൽ മതി. അല്ലാഹു നൽകുമാറാവട്ടെ.
അല്ലാഹു നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, മനുഷ്യന്മാരെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക, നീ എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പുറത്തു തരാം. എനിക്ക് ദുആ ചെയ്യുന്ന കാലത്തോളം ഞാൻ നിനക്ക് പുറത്തു തരാം. ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി, നിന്റെ സമീപത്ത് നിന്ന് എത്ര വലിയ പാപമുണ്ടായാലും, എത്ര വലിയ തെറ്റുണ്ടായാലും, എത്ര വലിയ ഗൗരവമുള്ള മഹാപാപമായാലും ഞാനത് പരിഗണിക്കുകയേ ഇല്ല, ഞാനത് ഗൗനിക്കുകയേ ഇല്ല. നീ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിനക്ക് പുറത്ത് തരിക തന്നെ ചെയ്യും. കള്ളുകുടിയനാ, കള്ളു കുടിച്ചു പെട്ടെന്നൊരു വേല കേട്ടപ്പോ പഠിച്ചോണ്ട് ഞാൻ നന്നാവാണ് തീരുമാനിച്ചു. അങ്ങനെ രാത്രി റബ്ബിലേക്ക് മടങ്ങി ദുആ ചെയ്തു, നന്നായി. പിന്നെ ചങ്ങാതിമാരെ കൂടെ കൂട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിക്കാൻ തുടങ്ങി. പിന്നെയും ബോധമുണ്ടായി, പിന്നെയും ദുആ ചെയ്തു, പിന്നെയും മടങ്ങി. അങ്ങനെ നിങ്ങൾ 100 വട്ടം മടങ്ങിയാലും നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാൻ വീണ്ടും തയ്യാറായി. റബ്ബ് പുറത്തുവരും. ഇത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് തരല്ലേ, തെറ്റ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് തരില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ പെട്ടുപോയാൽ നിങ്ങൾ ഇനി എനിക്ക് അല്ലാഹു പുറത്തില്ല എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാതിരിക്കരുത്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പെട്ടുപോകും, മനുഷ്യനാണ് അല്ലേ. ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ഒരാളും ഭൂമി ലോകത്ത് ജനിച്ചു വീണിട്ടില്ല. ഉണ്ടോ? ഉണ്ടോ? മഅസൂം നബി തങ്ങളാണ്. അവസാനത്തെ മഅസൂം നബി തങ്ങളാണ്. പ്രവാചകന്മാരാണ് മഅസൂമീങ്ങൾ. തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നവരവരാണ്. അവസാനത്തെ ആൾ നബിത്തങ്ങളാണ്. നബിത്തങ്ങളെ ശേഷം അങ്ങനെ ഒരാൾ ജനിച്ചു വീണിട്ടില്ല. എല്ലാവരും തെറ്റുകാരാണ്. നിങ്ങൾ തെറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിതത്തിൽ പാപങ്ങൾ വരുമ്പോ നിരാശരായി റബ്ബെനിക്ക് പുറത്തു തരൂല എന്ന് വിചാരിച്ച് ദുആ ചെയ്യാൻ മറക്കരുത്. ദുആ ചെയ്യ്, ഞാൻ പുറത്തു തരാം. അല്ലാഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യബ്ന ആദം ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ, നിങ്ങളുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ, നമ്മുടെ പാപങ്ങൾ ആകാശത്തോളം വളർന്നു വന്നാൽ, സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി, ആകാശം കണക്കെ നീ മാനം കണക്കെ പാപങ്ങൾ ചെയ്തിട്ട് പാപത്തിന്റെ ഭാരവുമായിട്ട് എന്റെ സമീപത്തേക്ക് ദുആ ചെയ്തുകൊണ്ട് മടങ്ങി വന്നാൽ ഞാൻ നിനക്ക് പുറത്തു തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹുവിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹദീസ്, ഖുദ്സിയായ ഹദീസ് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പറഞ്ഞു, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ, നീ ഭൂമി മുഴുവനും പാപവുമായിട്ട് എന്റെ സമീപത്തേക്ക് കടന്നു വന്നു, നീ ശിർക്ക് ചെയ്തില്ല, പാപമോചനം ചെയ്യും. ശിർക്ക് പങ്കുകാരെ ചേർത്തില്ല. അല്ലാഹു പുറത്തു തരാത്ത തെറ്റുണ്ടോ? ഉണ്ടോ? അല്ലാഹു പുറത്തു തരാത്ത പാപമുണ്ടോ? ഉണ്ടോ? ശിർക്കോ? ശിർക്കിനും പുറത്തു തരും. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ശിർക്ക് ചെയ്താല് തൗബ ചെയ്ത് മടങ്ങിയ കുറച്ചും പുറത്തു തരും. ശിർക്ക് പുറത്ത് തരൂല എന്നെങ്ങനെയാ പറയണത്? ഒരാൾ ശിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടാണ്. ശിർക്ക് ചെയ്തു, റബ്ബിനോട് വേറൊരാളെ പങ്കു ചേർത്തു, തൗബ ചെയ്യാതെ അയാൾ മരിച്ചു പോയാൽ അയാളുടെ കാര്യം കഷ്ടാണ്. പക്ഷെ ശിർക്ക് ചെയ്ത ഒരാൾ പിന്നെ അയാൾക്ക് ഖേദുണ്ടായി, റബ്ബിലേക്ക് മടങ്ങി, അല്ലാഹു പുറത്തു തരും. പക്ഷേ ശിർക്ക് ചെയ്യാത്ത ഒരാൾ, അല്ലാഹു ഏകനായ റബ്ബ് എന്ന് വിശ്വസിച്ചവരാൾ, ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്ത് ജീവിച്ചു, മരിക്കുമ്പോ തൗബ പോലും ചെയ്യാതെയാണ് അയാൾ മരിച്ചത് എന്ന് വെച്ച് അയാൾ നരകത്തിലാണെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റൂല. അല്ലാഹു ഒരുപക്ഷെ പുറത്തു കൊടുത്തിട്ടുണ്ടാവാം. അത് അള്ളാന്റെ ഇഷ്ടമാണ്, അള്ളാന്റെ ചോയ്സാണ്. അത് ഇടപെടാൻ നമ്മൾക്ക് പറ്റൂല. മനസ്സിലായോ? ശിർക്ക് ചെയ്യാത്ത ഒരാൾ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്തു നമ്മൾ നരകത്തിൽ നിന്ന് പറയരുത്. കാരണം റബ്ബ് അയാൾക്ക് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നോ എക്സ്ക്യൂസ്, ഇളവില്ല. ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ശിർക്ക് ചെയ്യാതെ എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അർറജുലു യുതീലുസ് സഫറ, ദീർഘമായ യാത്ര പോകുന്ന ഒരാൾ, മുസാഫിറിന്റെ ദുആഇന് ഉത്തരമുണ്ടല്ലോ. മുസാഫിറിന്റെ ദുആഇന് ഉത്തരമില്ലേ? നമ്മുടെ നൗഷാദൊക്കെ ഖത്തറിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ യാത്ര തിരിച്ചു പോവാൻ, ആ പോകുന്ന സമയത്ത് പടച്ചോനെ എന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് അല്ലാഹു പുറത്തു കൊടുക്കും. മുസാഫിറിന്റെ ദുആഇന് ഉത്തരമുണ്ട്. മുനീഫ് വന്നു ദുബൈന്ന്
വേറെ കുറെ ഞാൻ രണ്ടാളെ കണ്ടിട്ടുള്ളൂ. വേറെ കുറെ ആൾ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. മാഷാ അല്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ ജോലിയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ ജോലിയൊക്കെ മാറ്റിയിട്ടാണ് ഇതിനു വേണ്ടി അവർ ശബ്ദിക്കുന്നതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രക്കാരന്റെ ദുആന് ഉത്തരമുണ്ട്. പക്ഷെ ചില യാത്രക്കാർ അർറജുലു യുതീനു സഫറ, ദീർഘമായ ഒരു യാത്ര ചെയ്യുന്നു. 53 ദീർഘമായ യാത്ര ചെയ്യുന്നു. അശഅസ അഗ്ബറ, മുടി ജടത്തിയിട്ടുണ്ട്. ശരീരമാകെ എന്തൊക്കെയോ ശരീരമാകെ വൃത്തികേടായി. അശഅസ അഗ്ബറ, ശരീരത്തിൽ പൊടി പുരണ്ടിട്ടുണ്ട്, മുടി ജട കുത്തിയിട്ടുണ്ട്. എന്നിട്ടതാ അദ്ദേഹം യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശലോകങ്ങളിലേക്ക് കൈ ഉയർത്തുന്നുണ്ട്. യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് ഇന്നാലിന്ന കാര്യം ചെയ്തു താ അല്ലാ, എന്റെ പാപം പൊറുത്തു താ അല്ലാ എന്നൊരാൾ ദുആ ചെയ്യുന്നു. പക്ഷേ അയാൾ അല്ലാഹു ഉത്തരം നൽകൂല. ശ്രദ്ധിക്കണേ എന്റെ ശബ്ദം ശപിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ചില ആളുകളെ ദുആ സ്വീകരിക്കേണ്ട എല്ലാ അടയാളം അയാളുടെ കയ്യിലുണ്ട്. ജടകുത്തിയ മുടിയാണ്, അയാൾ യാത്രക്കാരനാണ്, ശരീരമൊക്കെ മുടി പുരണ്ടിട്ടുണ്ട്. എന്നുവെച്ചാല് കുറെ ത്യാഗം ചെയ്തിട്ടുള്ള ഒരാൾ. അല്ലാഹു അയാൾക്ക് ഉത്തരം നൽകണം. പക്ഷെ അയാൾക്ക് അല്ലാഹു ഉത്തരം നൽകൂല. കാരണം എന്തേ? മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം ഹറാമല്ലേ, അവൻ കഴിക്കുന്നത് ഹറാമാണ്. കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. കഴിക്കുന്ന ഭക്ഷണം ഹറാമായാൽ മാ മിൻ ബിആഇൻ അബ്ഗളു ഇലല്ലാഹി മിൻ ബത്നിൻ മുലിഅ മിൻ ഹലാലിൻ. അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള പാത്രം എന്നറിയോ? ദേഷ്യമുള്ള പാത്രം ഹലാലായത് കൊണ്ട് നിറച്ച വയറ്. ഹലാലായ ഭക്ഷണമാണ്. അതിന് സംഘാടകർ ഭക്ഷണം ഒരുക്കി നിറയെ കഴിക്കണ്ട, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. വീട്ടിൽ പോയിട്ട് നന്നായി വയറ് നിറച്ച് കഴിക്കരുത്. ഹലാൽ കൊണ്ട് നിങ്ങൾ വയറ് നിറക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടമല്ല. പിന്നെ ഹറാമിന്റെ കാര്യം പറയണോ? ഹറാമായിട്ടുള്ള ഒരു അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ ദുആഇന് ഇജാബത്തില്ല. കുല്ലു ലഹ്മിൻ നബത മിൻ സുഖ്തിൻ ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് വളർന്ന ശരീരം നരകത്തിലേക്കുള്ള ശരീരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഴയകാല ഉമ്മമാർ, പഴയകാല ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുമായിരുന്നു, ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടന്നോളാം, വലാ നസ്ബിറു അലന്നാർ, നരകത്തിന്റെ തീയിനെ സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യങ്ങളുമായിട്ട് ഞങ്ങൾക്കോ ഞങ്ങളുടെ മക്കൾക്കോ നൽകാൻ പാടില്ല. സമ്പാദിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭർത്താക്കന്മാരോട് വീട്ടിലുള്ള ഭാര്യമാര് നൽകിയിരുന്ന ഉപദേശമാണ്, ഇന്നാ നസ്ബിറു അലൽ ജൂ, നമ്മൾ സഹിച്ചോളാം. 2 ദിവസോ 3 ദിവസോ. റൈനൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ വമാ ഉഖിദ ഫീ ബൈതി റസൂലില്ലാഹ്. 3 മാസമായി 2 മാസമായി നബി തങ്ങളുടെ വീട്ടിൽ അടുപ്പത്ത് തീ പുകഞ്ഞിട്ടില്ല. 2 മാസം പട്ടിണിയാണ്. ഞങ്ങൾ പട്ടിണി എത്രയും സഹിച്ചോളാം. പക്ഷേ വലാ നസ്ബിറു അലന്നാർ, തീന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് ഹറാം കൊണ്ടുവരല്ലേ എന്ന് പഴയകാല ഭാര്യമാര് പറഞ്ഞിരുന്നു. ഇന്നത്തെ ഭാര്യമാരുടെ കഥ പഠിച്ചോനറിയാം. അപ്പുറത്തെ വീട് കാണുമ്പോൾ അതിനേക്കാളും വലിയ വീട് നമുക്ക് വേണം, അപ്പുറത്തെ സാരി കാണുമ്പോൾ അതിനേക്കാളും മുന്തിയ സാരി വേണം, അതിനേക്കാളും മുന്തിയ വണ്ടി വേണം. പുതിയാപ്പിളക്കാണെങ്കിൽ അതിന് കഴിവില്ല. എന്നാ പിന്നെ ഭാര്യയുടെ നിർബന്ധം കൊണ്ട് നല്ല അപ്പുറത്തുനിന്ന് മോഷ്ടിക്കുക, അറബിയുടെ ട്രൗസറോടെ കൂരിയിട്ട് ഇങ്ങോട്ട് വരിക. ഇത്ര ആളുണ്ടെന്ന് നിങ്ങൾക്ക്, ഇത്ര ആളുണ്ടെന്ന് അറിയാം. ഇഷ്ടം പോലെ ആൾ എനിക്കറിയാം, ഇഷ്ടം പോലെ ആൾ നാട്ടിൽ വലിയ പ്രമാണമായിട്ട് നടക്കുന്നിട്ട് കോടികൾ മുക്കിയിട്ട് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്ന്, മറ്റുള്ള നാട്ടിൽ നിന്നൊക്കെ കോടികൾ മുക്കിയിട്ട് വരും. എന്നിട്ട് ഇവിടെ പള്ളിയുടെ പ്രസിഡന്റ്, പള്ളിയുടെ സെക്രട്ടറി ആയിട്ട് ഞെളിഞ്ഞ് നടക്കും. ഹറാമാണ് അവരുടെ ഭക്ഷണം. മക്കൾക്കും അയാൾ നടത്തുന്ന ബിസിനസ്സും വണ്ടിയും ഒക്കെ ഹറാം. അന്നായില്ല. എങ്ങനെയാണ് അല്ലാഹു ഉത്തരം നൽകുക? ഹറാമിന്റെ അംശം ശരീരത്തിലേക്ക് പോവാതെ സൂക്ഷിക്കണം. എല്ലാ സമ്പാദിക്കുന്ന ആളുകളും അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. ആമീന്റെ സ്ട്രോങ് ഒക്കെ കുറഞ്ഞത് നിർത്താനുള്ള സൂചനയാണ്. വമശ്റബുഹു ഹറാം, നിങ്ങൾ കുടിക്കുന്നതും ഹറാം. വമൽബസുഹു ഹറാം, നമ്മുടെ വസ്ത്രവും ഹറാം. വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബ്, നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കുക? അതുകൊണ്ട് ഹറാം കഴിക്കുന്ന, ഹറാമുമായി ഇടപെടുന്ന ആളുകൾക്ക് അല്ലാഹു ഉത്തരം നൽകിയില്ല. അതിൽ നിന്ന് പൂർണ്ണമായി മാറി റബ്ബിനോട് തൗബ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്.
നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. 3 ആളുകൾക്കെതിരെ ദുആ ചെയ്യാൻ പാടില്ലെന്നാണ്. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഒരാൾ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഹബീബിനോടുള്ള പ്രണയം എത്രത്തോളം വേണമെന്ന് സൂചിപ്പിക്കുന്ന ചരിത്രമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞ ആ ശ്ലോകനീയമായ ദിവസം, നമ്മുടെ മുസ്തഫ ഉദവി ആ കൂടിന്റെ വിഷയതാണ് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശ്ലോകനീയ നിമിഷങ്ങൾ എന്നൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ സജീവമായിട്ട് ഇവിടെ വേണം. അതുകൊണ്ട് ഇന്നൊന്നും പിരിവിന്റെ കാര്യം പറയാത്തത്. പറയണോ ഉണ്ടല്ലോ, നിങ്ങൾ വരണം എല്ലാവരും. നമ്മളൊക്കെ മുമ്പിലുണ്ടെങ്കിൽ ഒന്ന് പേടിക്കണം, നമ്മളൊക്കെ ഉണ്ട് സജീവമായിട്ട്. നിങ്ങൾ വരണം എല്ലാവരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വാർത്തയുമായി മഹാനായ സയ്യിദ് ഇബ്നു അബ്ദി റബ്ബ എന്ന് പറയുന്ന സ്വഹാബി തന്റെ തോട്ടത്തിൽ പിക്കാക്സും കൈക്കോട്ടുമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊന്നുമോൻ സമീപത്ത് കടന്നു വന്നിട്ട് പറയുന്നത്, യാ അബീ, ഉപ്പാ, തുവഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്റെ കയ്യിലുണ്ടായിരുന്ന പിക്കാക്സും കൈക്കോട്ടും നിലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് തന്റെ കൈകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖുദ് ബസരി, അല്ലാഹുമ്മ അഅമി ബസരി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിനെ കാണാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ. അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല, സ്വന്തം ശരീരത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷേ സ്വഹാബി ദുആ ചെയ്തു. ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ആ സ്വഹാബി ദുആ ചെയ്തു, അല്ലാഹുമ്മ അഅമി ബസരി, അല്ലാഹുവേ എന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ടുപോവണേ അല്ലാഹ്. ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അബദാ, നബി തങ്ങളുടെ ശേഷം ഒരാളെയും എനിക്ക് കാണേണ്ട റബ്ബേ. എന്റെ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരാളെ എനിക്ക് കാണാൻ താല്പര്യമില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച കൊണ്ടുപോവണേ. അല്ലാഹു ഉത്തരം നൽകി. കൈക്കോട്ടും പിക്കാക്സുമായി തോട്ടത്തിലേക്ക് വന്ന സയ്യിദ് ഇബ്നു അബ്ദി റബ്ബ എന്ന് പറയുന്ന സ്വഹാബിയെ അദ്ദേഹത്തിന്റെ മകൻ അന്ധന്മാരെ കൊണ്ടുപോകുന്നത് പോലെ കൈയും പിടിച്ചിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയത് സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ അല്ലാഹുവോട് പ്രശ്നം ഉണ്ടാക്കിയില്ല. ലാ തദ്ഉ അലാ നഫ്സി, സ്വന്തം ശരീരത്തിന്റെ മേൽ ദുആ ചെയ്യാൻ പാടില്ല. പക്ഷെ ഹബീബിനോടുള്ള പ്രണയമാകുമ്പോൾ അതിനും എക്സ്ക്യൂസ് കൊടുത്തു. അല്ലാഹു ഓൺ ദി സ്പോട്ട് ഉത്തരം നൽകി. പ്രണയം, സ്നേഹം, ഹബീബിനോടുള്ള ബന്ധം അത് വേറെയാണ്. വലാ തദ്ഉ അലാ അംവാലികും, നിങ്ങളുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യാൻ പാടില്ല, സമ്പത്തിനെതിരെ ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദികും, മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്, മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. മക്കൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. ഒരുപക്ഷെ പ്രായത്തിന്റെ ആ ഒരു യൗവനത്തിന്റെ ചുറുചുറുപ്പ് കൊണ്ടോ ചോരത്തിളപ്പ് കൊണ്ടോ എതിര് സംസാരിച്ചേക്കാം, ശബ്ദിച്ചേക്കാം, പ്രശ്നം ഉണ്ടാക്കിയേക്കാം, കുരുത്തക്കേട് കാണിച്ചേക്കാം. എന്നാൽ നിങ്ങൾ കുറച്ച് പക്വതെത്തിയ ആളുകളാണല്ലോ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എതിരെ ദുആ ചെയ്യരുത്. വലാ തദ്ഉ അലാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തന്നെ തൃത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി ഫലമാഗന്ധം പൂയിട്ടുണ്ണികൾ വിരിയവേ. ഒരു ഉമ്മയുടെ കഥ പറയുന്നുണ്ട് നമ്മുടെ അങ്കണത്തൈമാവിൽ എന്ന മാമ്പഴം എന്ന കവിതയിൽ. എന്തെന്നറിയോ? ഞാൻ നിർത്തിയേ, എത്ര നമ്മളമ്മയായോ? 11 സോറി 5 മിനിറ്റ്. പിന്നെ മാങ്ങ ഇങ്ങനെ പൂവായി വളർന്നു വരുമ്പോ ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് ആ മാങ്ങയുടെ പൂക്കളൊക്കെ കണ്ടപ്പോ സന്തോഷത്തോടെ അത് പൊടിച്ച് ഉമ്മയുടെ അടുത്ത്, ഉമ്മ ഞാനിത് പറിച്ചു എന്ന സന്തോഷത്തോടെ വരികയാണ്. ചോദിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്ന നീ. ഉമ്മ ദേഷ്യപ്പെട്ടു, മക്കൾക്കറിയില്ലല്ലോ, പാവല്ലേ. ഉമ്മ ദേഷ്യപ്പെട്ടു, എടാ ഹംഖേടാ ഹിമാറെ, എന്നോട് ആരെ പഠിക്കാൻ പറഞ്ഞ് എത്ര കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയത്, നിന്നെ പോലെ 1-2 ഉണ്ടെങ്കിലും ഇവിടെ എന്തെങ്കിലും ബാക്കിയാകും. ഇങ്ങനെ ഡയലോഗ് അടിച്ചു ഉമ്മ. മോൻ പറഞ്ഞു, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപഴും മലർക്കൂലായെറിഞ്ഞു വെറും മണ്ണിൽ. ഉമ്മ നിങ്ങളുടെ മാമ്പഴം എനിക്ക് വേണ്ട, നിങ്ങളുടെ മാങ്ങയും വേണ്ട എന്ന് പറഞ്ഞു. ആ കമ്പ് നിലത്തേക്ക് വലിയെറിഞ്ഞു. മകൻ പോയത് മരണത്തിലേക്കാണ്.
4 മാസം കഴിഞ്ഞിട്ട് അതേ മാവിൽ നിന്ന് മാമ്പഴം വീഴുമ്പോൾ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ. അങ്കണത്തെ മാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ അമ്മ തന്നെ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിന് മുമ്പിലേറെ നാൾ കൊതിച്ചിട്ടി. 4 മാസം മുമ്പ് എന്റെ പൊന്നുമോൻ കൊതിച്ചിട്ട് എന്റെ മോൻ മരിച്ചു പോയല്ലോ. എന്റെ കാരണം എന്താ? മക്കളെ എതിരെ ശപിച്ചു, മക്കൾക്കെതിരെ ദുആ ചെയ്തു. കാരണം നിങ്ങളുടെയും റബ്ബിന്റെയും ഒരു സമയം യോജിച്ചു വന്നാൽ അല്ലാഹു ആ ദുആക്ക് ഉത്തരം നൽകിയ മക്കൾക്ക് അപകടം ഉണ്ടാവും. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അതുകൊണ്ട് മക്കളെ നിങ്ങൾ എതിരെ ദുആ ചെയ്യരുത്. ലാ തദ്ഉ അലാ ഔലാദിക്കും. നിങ്ങളുടെ മക്കൾക്കെതിരെ, നിങ്ങളുടെ ശരീരത്തിനെതിരെ, നിങ്ങളുടെ സമ്പത്തിനെതിരെ നിങ്ങൾ ദുആ ചെയ്യരുത്. കാരണം ലാ തുവാഫിഖു മിനല്ലാഹി സഅ. കാരണം നിങ്ങളുടെ സമയവും റബ്ബിന്റെ സമയവും യോജിച്ചു വന്നാൽ യസ്അലു ഫീഹാ അതാ, അതിൽ നിങ്ങൾ റബ്ബിനോട് എന്ത് ചോദിച്ചാലും ഫയസ്തജീബു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. അങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥന കൂട്ടിമുട്ടിയാൽ നീ ചത്തുപോവട്ടെ, നീ ഒരിക്കലും നന്നാവൂല, നീ ഒരിക്കലും ഗുണം പിടിക്കൂല, നിന്റെ വണ്ടി എവിടെയെങ്കിലും മുടിച്ചു തകരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മമാരെ ഉപ്പമാരെ ദയവ് ചെയ്ത് അങ്ങനെ ദുആ ചെയ്യരുത്. എത്ര കുസൃതി കാട്ടിയാലും അങ്ങോട്ട് നല്ലതിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 4 മിനിറ്റ് വൈകിയതിൽ ഞാൻ ഖേദം ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.